तो आज बहुत अच्छा विषय पर चर्चा करेंगे, क्योंकि अभी 18 जनवरी चल रहे हैं, अव्यक्त महीना है। तो ये अव्यक्त महीना में हमें अपनी स्थिति को मजबूत बनाना है, शक्तिशाली बनाना है, ब्रह्मा बाबा के समान बनना है। നമുക്കിന്ന് നല്ലൊരു വിഷയത്തിൽ കുറിച്ച് ചർച്ച ചെയ്യാം. കാരണം ജനുവരി 18 വരാൻ പോവുകയാണ്. ഇത് അവ്യക്ത മാസമാണ്. ഈ അവ്യക്ത മാസത്തിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ സ്ഥിതി ശക്തിശാലിയാക്കാം, ബ്രഹ്മാ ബാബയ്ക്ക് സമാനമാക്കാം. കാരണം ജനുവരി 18 എന്ന് പറയുന്നത് ബ്രഹ്മാ ബാബയ്ക്ക് സമാനമാകേണ്ട വിശേഷ ദിവസമാണ്. बाबा के समान बनने के लिए क्या धारणा करनी है, और माताओं की गृहस्थ में रहते हुए भी स्थिति क्यों बिगड़ती है, वो स्थिति ना बिगड़े, स्थिति शक्तिशाली बने, उसके लिए क्या क्या पुरुषार्थ करना है, उसके बारे में चर्चा करेंगे. നമ്മൾ ബാബയ്ക്ക് സമാനമാകാൻ വേണ്ടി എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്, മാതാക്കൾക്ക് വീട്ടിലിരുന്ന് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നല്ല സ്ഥിതി കിട്ടുന്നില്ല, നമ്മളുടെ സ്ഥിതി മോശമാകാനുള്ള കാരണം എന്താണ്, എങ്ങനെ നമുക്ക് നമ്മളുടെ സ്ഥിതിയെ നേരെയാക്കാം, ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാം. क्योंकि जिनकी स्थिति शक्तिशाली है वो आगे चल करके ऐसी माताएं अनेक रोने वालों के आंखों के आंसू पोंछ सकेंगी. കാരണം നല്ല ശക്തിശാലി ആയിട്ടുള്ള സ്ഥിതിയുള്ള മാതാക്കൾക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് തുടയ്ക്കാൻ സാധിക്കും. जिनकी स्थिति शक्तिशाली है वो बाप समान है. जैसे बाबा ज्ञान का सागर है, शक्ति का सागर है, आनंद का सागर है, वैसे ही जिन्होंने शक्ति को बनाया वो भी मास्टर सर्वशक्तिवान बनेंगे, मास्टर ज्ञान सागर बन सकेंगे. इसलिए स्थिति को बनाना बड़ा जरूरी है. കാരണം ആരുടെ സ്ഥിതിയാണോ ശക്തിശാലി ആയിട്ടുള്ളത് അവരാണ് ബാബയ്ക്ക് സമാനം. ബാബ എങ്ങനെയാണോ ജ്ഞാനത്തിൻ്റെ സാഗരമായിട്ടിരിക്കുന്നത്, ആനന്ദത്തിൻ്റെ സാഗരമായിട്ടിരിക്കുന്നത്, ശക്തികളുടെ സാഗരമായിട്ടിരിക്കുന്നത്, അതുപോലെ നമ്മളുടെ സ്ഥിതിയും ശക്തിശാലിയാകുമ്പോഴേ നമ്മൾക്ക് മാസ്റ്റർ സർവശക്തിവാനാകാൻ പറ്റൂ, നമ്മൾക്ക് നല്ല സ്ഥിതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. यहाँ जितना ब्रह्मा बाबा के समान स्थिति को बनाएंगे उतना सतयुग में कृष्ण के नजदीक आएंगे. നമ്മൾ ഇവിടെ ബ്രഹ്മാ ബാബയ്ക്ക് സമാനം എത്രത്തോളം നമ്മളുടെ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നുവോ അതിനനുസരിച്ച് സത്യയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ കൂടെ വരാൻ പറ്റും. अगर समान नहीं बनेंगे तो कृष्ण रहेगा दिल्ली में और आप रहेंगे इधर केरला के बाजू में, जैसे अभी दूर हैं. इसलिए नजदीक दिल्ली में जन्म लेना है तो अभी बाप समान बनने की जरूरत है. നിങ്ങൾ ബ്രഹ്മാ ബാബയ്ക്ക് സമാനമാകുന്നില്ല എങ്കിൽ കൃഷ്ണൻ അങ്ങ് ഡൽഹിയിലും നിങ്ങളിവിടെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ബാബയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ച് ബാബയുടെ സമീപത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. जितना यहाँ बाबा के समान शिव बाबा के साथ में खाएंगे, शिव बाबा के साथ में पढ़ाई पढ़ेंगे, शिव बाबा के साथ में सर्व संबंध होगा, उतना सतयुग में कृष्ण के नजदीक जाएंगे. നിങ്ങൾ ഇവിടെ ബ്രഹ്മാ ബാബയെ പോലെ എത്രത്തോളം ശിവബാബയുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നുവോ, ശിവബാബയുടെ കൂടെ പഠിക്കുന്നുവോ, ശിവബാബയുമായിട്ട് സർവ്വ സംബന്ധങ്ങളും വെക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സത്യയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ വളരെ അടുത്ത ബന്ധുവായിട്ട് വരാൻ പറ്റും. इसलिए अपनी स्थिति को शक्तिशाली बनाना है, पद ऊंचा मिलेगा, भविष्य में आपको बहुत सेवा करने का मौका मिलेगा. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ശക്തിശാലി സ്ഥിതി ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല പദവി കിട്ടും, ഭാവിയിൽ സേവനം ചെയ്യാനുള്ള ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. लेकिन माताओं की स्थिति क्यों बिगड़ते हैं, उसका स्थिति बिगड़ने का पहला कारण है पर चिंतन, पर दर्शन, पर मत. പക്ഷെ മാതാക്കൾക്ക് എന്തുകൊണ്ട് സ്ഥിതി ശരിയാവുന്നില്ല, എപ്പോഴും നമ്മളുടെ സ്ഥിതി ഇളകി പോകുന്നല്ലോ, അതിന്റെ കാരണം എന്താ? ആദ്യത്തെ കാരണമാണ് പരചിന്തനവും പരദർശനവും പരദൂഷണവും. कभी कभी माताएं क्या करेंगे, पति के दोष देखेंगी, बच्चे के दोष देखेंगी, पड़ोसी के दोष देखेंगी और उसका चिंतन करेंगी और फिर औरों को सुनाएंगी, तो ज्ञान का चिंतन, मनन चिंतन बाबा से दूर हो गए. ഈ മാതാക്കൾ എന്താ ചെയ്യണേന്നറിയോ? മക്കളുടെ കുറ്റം കാണും, ഭർത്താവിൻ്റെ കുറ്റം കാണും, അയൽപക്കക്കാരുടെ കുറ്റം കാണും, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ചിന്തിക്കും.
ചിന്തിക്കുന്ന മാത്രമല്ല, പിന്നെ നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം ജ്ഞാനം ചിന്തിച്ച് സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് ജ്ഞാനം മനനം ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറ്റം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ നല്ല സ്ഥിതി കിട്ടാനാണ്? माताओं का ज्यादा समय जाता है परचिंतन करने में, परदर्शन करने में. മാതാക്കൾക്ക് സമയം മുഴുവൻ എവിടെയാ പോണേന്നറിയോ? പരചിന്തനവും പരദർശനവും ചെയ്യുന്നതിലാണ് സമയം പോയിക്കൊണ്ടേയിരിക്കുന്നത്. और इसीलिए जो माताएं परचिंतन करते हैं, पर व्यर्थ चिंतन करते हैं, वो कर्म योगी नहीं बन सकती. അതുകൊണ്ട് പരചിന്തനവും വ്യർത്ഥ ചിന്തനവും ചെയ്യുന്ന മാതാക്കൾക്ക് ഒരിക്കലും കർമ്മയോഗിയാകാൻ പറ്റില്ല. इतना ही नहीं, जो परचिंतन परदर्शन सारा दिन करते हैं, वो योग में बैठेंगे तो भी बाबा से प्यार अनुभव नहीं कर पाएंगे. മാത്രമല്ല, പരചിന്തനവും പരദർശനവും ചെയ്യുന്ന ഒരാൾ യോഗം ചെയ്യാനിരുന്നാൽ അവർക്ക് ബാബയുടെ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകുകയില്ല. इसीलिए इस अव्यक्त मास में, इसी भट्टी में ये दृढ़ संकल्प करके जाओ, इस 2024 में हम किसी के भी दोष नहीं देखेंगे, किसी के अवगुणों का चिंतन मंथन नहीं करेंगे, पर चिंतन से मुक्त बनेंगे. അതുകൊണ്ട് ഈ ഭട്ടി കഴിഞ്ഞു പോകുമ്പം ഈ അവ്യക്ത മാസത്തില് ഒരു ദൃഢസങ്കല്പം എടുത്തിട്ട് പോകണം. ഈ 2024 നമ്മൾ ആരെക്കുറിച്ചും പരചിന്തനം ചെയ്യില്ല, ആരുടെയും പരദർശനം പരദൂഷണം നടത്തില്ല, ആരുടെയും കുറവുകൾ കാണില്ല. ഈ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ ഭട്ടി കഴിയുമ്പോൾ നിങ്ങൾ പോകാനായിട്ട്. क्योंकि परचिंतन परदर्शन करने से वायुमंडल खराब हो जाता है, स्वयं का टाइम वेस्ट हो जाता है. इसलिए इससे मुक्त बनने की जरूरत है. यह अवस्था बिगड़ने का कारण है. കാരണം പരചിന്തനവും പരദർശനവും നടത്തിക്കൊണ്ടിരുന്നാൽ ഒന്ന്, നമ്മളിരിക്കുന്ന വായുമണ്ഡലം മോശമാകും. രണ്ട്, നമ്മളുടെ സമയം വെറുതെ പാഴായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മുക്തമായില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ ഒരു കാരണവശാലും നേരെയാവില്ല. माताएं परचिंतन क्यों करते हैं? क्योंकि माताओं में सहन शक्ति थोड़ी कम होती है. ഈ മാതാക്കൾ എന്തുകൊണ്ടാണ് പരചിന്തനം നടത്തുന്നത്? കാരണം മാതാക്കൾക്ക് സഹനശക്തി കൂടുതലാണോ കുറവാണോ? सहन तो करती है. किसी ने कुछ बोला सहन तो करेगी, लेकिन अपने तक नहीं रखेंगे, औरों को जाकर सुनाएंगी. इसीलिए वो सहन शक्ति कमजोरी बन जाती है. മാതാക്കൾക്ക് സഹനശക്തി കുറവാണ്. സഹിക്കും. എങ്ങനെയാ സഹിക്കുന്നത്? സഹിച്ച് തൻ്റെ ഉള്ളിൽ ഒതുക്കില്ല, അത് വേറെ ആരുടെങ്കിലും പോയി പറയും. അത് കാരണം അത് ഒരിക്കലും മാറില്ല. കുറവ് നമ്മൾക്ക് വളർന്നുകൊണ്ടേയിരിക്കും. पति ने कुछ बोला, सास ने कुछ बोला, थप्पड़ थोड़ी मारेंगे, चुप तो बैठेगी. लेकिन जैसा पति ऑफिस में चला गया, पड़ोसने के पास जाकर के बैठेगी, पानी भरने के बहाने जाएगी, माचिस लेने के बहाने जाएगी, फिर पूछेगी खाना खाया, वो कहेगी क्या खाओ, मेरा पति ने ऐसा किया. वो कहेगी मेरा भी कोई कमाई क्या. वो अपने पति की सुना रहे, सास की सुना रहे, घर की सुना रहे. इसको कहेंगे परचिंतन. ഇപ്പം നമ്മളുടെ വീട്ടിൽ പതി എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ അമ്മായി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ അവരെ തിരിച്ച് തല്ലേ ഉപദ്രവിക്കൊന്നുമില്ല. അത് കേട്ടിട്ട് അവർ വേറെ എവിടെയെങ്കിലും പോകണം. ഇപ്പം പതി ഓഫീസിൽ പോയെന്ന് വെച്ചോളൂ. അപ്പം എന്തെങ്കിലും ആവശ്യത്തിന് അയൽപക്കത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ആഹാരമൊക്കെ കഴിച്ചോ. അപ്പോൾ പറയും എങ്ങനെ കഴിക്കാനാ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് തീരെ ആള് ശരിയല്ല എന്ന് പറയും. അപ്പം അവർ പറയും എൻ്റെയും വീട്ടിൽ ഇത് തന്നെയാണ് ഗതിയെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എന്ത് ചെയ്യും? പരചിന്തനം നടത്തിക്കൊണ്ടിരിക്കും. कभी कभी वो जाते जाते कहेगी मैं कभी कभी धमकाती हूँ, तुम भी कम नहीं करना, तुम भी तो अर्धांगिनी है, तुम्हारा भी तो अधिकार है. बस वो बातें सुन के आई, सारा दिन वही चिंतन चलता है. मैं शाम को आएगा धमकाऊंगी, शाम को आएगा धमकाऊंगी. शाम को जब आता है पति पानी मांगता है, कैसे देंगे? ले तेरे को हाथ नहीं, गुस्से से पानी दिया, खाना गुस्से से बनाया, खत्म. അവർ പറഞ്ഞു തരണ എന്താണെന്നറിയോ? അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല കേട്ടോ. നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചാൽ തിരിച്ച് നിങ്ങളും കൊടുക്കണം. നമ്മളെന്താ ചെറിയ പുള്ളിയാണോ? നമുക്കും ഇതിനെല്ലാം അവകാശമുണ്ട്, നമ്മളും അധികാരികളാണ്. ഇത് കേട്ട് മനസ്സിൽ അങ്ങനെ ഇരിക്കും. വൈകുന്നേരം ഭർത്താവ് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? വെള്ളം ചോദിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടങ്ങ് എറിഞ്ഞു കൊടുക്കും. ദാ വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാ? इसलिए माताई जागी संसार जागा, माताई सोई सारा संसार सोया. അതുകൊണ്ടാണ് പറയുന്നത് മാതാക്കൾ ഉണർന്നാൽ ലോകം മുഴുവനും ഉണരും, മാതാക്കൾ ഉറങ്ങിയാൽ ലോകം മുഴുവനും ഉറങ്ങും എന്ന്. पूरा परिवार को परिवर्तन करने की जिम्मेवारी आपके ऊपर है. നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ പരിവർത്തനപ്പെടുത്തേണ്ട മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളുടെ തോളിലാണ്.
अगर आप गुस्सा करेगी, आप परचिंतन करेगी, वो खाना लोग खाएंगे, उनको भी शांति कैसी अनुभव होगी। इसलिए माताओं को कभी भी परचिंतन नहीं करना, बिल्कुल पॉजिटिव रहना है, सकारात्मक रहना है, सहनशील बनना है। നിങ്ങൾ പരചിന്തനവും നടത്തി ദേഷ്യവും കാണിച്ച് എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മാതാക്കളെ ഒരു കാരണവശാലും പരചിന്തനം നടത്താൻ പാടില്ല, സദാ പോസിറ്റീവായിട്ടിരിക്കണം, സഹനശക്തി വളർത്തിയെടുക്കണം. क्योंकि जिस घर में परचिंतन चलता है वहाँ लक्ष्मी वास नहीं कर सकती. ഏത് വീട്ടിൽ ഉള്ളവർ പരചിന്തനം നടത്തുന്നവരാണോ അവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കില്ല. वहाँ बरकत नहीं हो सकती. അവിടെ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല, സമ്പന്നത ഉണ്ടാവില്ല. वहाँ पानी के मटके भी सूख जाते हैं. അവിടെ വെള്ളത്തിന്റെ മൺകുടം വരെ വറ്റിപ്പോകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കുടുംബം തകരും. आपस में संबंधों में कड़वाट आती है. പരസ്പരം ബന്ധങ്ങളിൽ യാതൊരു സുഖവും ഉണ്ടായിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ ബന്ധമായിരിക്കും. परचिंतन करने से आपस में संबंधों में और ही दूरियां पैदा होगी, आपस में ठीक नहीं होगा. फिर നമ്മൾ പരചിന്തനം നടത്തുന്നത് കൊണ്ട് എന്ത് നേട്ടമുള്ളത്? ഒരു നേട്ടവും ഇല്ല. പരസ്പരം ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നേ ഉള്ളൂ. അല്ലാണ്ട് പരചിന്തനം നടത്തിയിട്ട് ഒരാളുടെയും ബന്ധം നേരെയാവില്ല. जैसा एसएमएस आप भेजेंगे वो सामने वाला भी वही एसएमएस. आप कहेंगे मेरा पति बहुत खराब है, वो 10 जगह पर जाकर कहेंगे मेरी पत्नी बड़ी खराब है, 10 बार बोलेगा. उतने दूरियां पैदा होती. इसलिए परचिंतन नहीं. നിങ്ങൾ എന്ത് മെസ്സേജാണോ വേറുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് അതേപോലത്തെ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചും കിട്ടുന്നത്. അതങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് കിട്ടൂ. നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ പതി മോശമാണെന്ന് പറഞ്ഞു കിടക്കുന്നത് അതിനനുസരിച്ച് ആ ആള് 10 ഇരട്ടി മോശമായിക്കൊണ്ടേയിരിക്കും. इसलिए परचिंतन से बचना. कभी कभी बाबा भी मुरली में कहते हैं बच्चे झगमुई नहीं करो, बच्चे किसी का परचिंतन नहीं करो, किसी के दोष ना देखो. ये क्यों कहता है? क्योंकि परचिंतन करने से हमारी स्थिति बिगड़ जाती है. അതുകൊണ്ട് നമ്മൾ ഈ പരചിന്തനം നടത്തുന്നതിൽ നിന്ന് നമ്മൾ എത്രത്തോളം മുക്തമാകാമോ അത്രത്തോളം മുക്തമാകണം. അതുകൊണ്ടാണ് ബാബ ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയുന്നത് കുട്ടികളെ അനാവശ്യമായ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല, പരചിന്തനം നടത്താൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം പരചിന്തനം നടത്തുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും. जैसे आकाश में थूकेंगे, थूका तो अपने मुंह पर ही आएगा. സാധാരണ പറയല്ലേ, നമ്മളിങ്ങനെ മലർന്ന് ഇങ്ങനെ തുപ്പിയാൽ അത് നമ്മളുടെ മേലേക്ക് തന്നെ വീഴും എന്നാണല്ലോ പറയുന്നത്. परचिंतन करने से हमारा ही घाटा है, दूसरे किसी का घाटा नहीं है. പരചിന്തനം നടത്തിയാലേ നമുക്കേ നഷ്ടമുള്ളൂ. നമ്മൾ പരചിന്തനം നടത്തുന്നത് കൊണ്ട് വേറെ ആർക്കെന്ത് നഷ്ടം? इसलिए परचिंतन से बचना. परचिंतन करने वाला सुख और शांति का अनुभव नहीं कर सकता. അതുകൊണ്ട് പരചിന്തനം ചെയ്യാൻ പാടില്ല. പരചിന്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് സുഖത്തിന്റെയും ശാന്തിയുടെയും അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. परचिंतन करने से वायुमंडल खराब हो जाता है. जैसे कोई फैक्ट्री से काला धुआं निकलता है तो गवर्नमेंट क्या करता है? उसको बंद करता है. പരചിന്തനം നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷം ആകെ മോശമാവും. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്ന് കറുത്ത പുക അന്തരീക്ഷം മുഴുവനും വ്യാപിക്കുകയാണത് പുറത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ ഫാക്ടറി പൂട്ടിക്കും. इसी तरह अगर हम परचिंतन करेंगे वायुमंडल खराब हो जाएगा. बाबा ऊपर से देखा कि केरला के कौन सी फैक्ट्री से धुआं निकल रहे हैं तो बुद्धि का ताला बंद कर देगा. फिर അതേപോലെ നമ്മൾ ഇവിടെ ഇരുന്ന് പരചിന്തനം നടത്തിക്കൊണ്ടിരുന്ന് നമ്മൾ ഈ അന്തരീക്ഷം മോശമാക്കി കഴിഞ്ഞാൽ ബാബ മുകളിൽ നിന്ന് നോക്കിയിട്ട് കേരളത്തിലെ ഇത് ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഈ കറുത്ത പരചിന്തനത്തിന്റെ പുക വരുന്നതെന്ന് നോക്കിയിട്ട് അവരുടെ ബുദ്ധി പൂട്ടിയെടുത്ത് കളയും. मुश्किल से 63 जन्मों से मंदिर में जाकर के कहते हैं भगवान मेरे बुद्धि का ताला खोलो, ताला खोलो, खोलो. अब खोल दिया, फिर धुआं निकालना शुरू करेगा, फिर बंद कर देगा. ഇത്രയും കാലം 63 ജന്മം ക്ഷേത്രങ്ങളിൽ പോയി കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഭഗവാനെ എൻ്റെ ബുദ്ധിയുടെ പൂട്ടൊന്ന് തുറന്നു തരണേ എന്നാണ്. തുറന്നു തന്നിട്ട് അതിനെ പിന്നെ പരചിന്തനം നടത്തിക്കൊണ്ടിരുന്നാൽ അതിനെ വീണ്ടും പൂട്ടിയെടുത്ത് കളയും, പിന്നെ തുറന്നു തരില്ല. जो परचिंतन करता है उसके दिमाग में मुरली का एक भी पॉइंट याद नहीं रहेगा. പരചിന്തനം നടത്തുന്ന ഒരാളിന്റെ ബുദ്ധിയിൽ മുരളിയുടെ ഒരു പോയിന്റ് പോലും ഓർമ്മ നിൽക്കില്ല. इसलिए कई कहते हैं पता नहीं मेरा मनन चिंतन चलता ही नहीं है, मुझे मुरली याद ही नहीं रहती. क्यों? परचिंतन करने वालों को मुरली याद नहीं रहेगी. ചിലർ പറയാറില്ലേ പരാതി പോലെ,
എന്താണെന്നറിയില്ല, എനിക്ക് മനനം ചെയ്യാനൊന്നും അറിയില്ല. എത്ര മുരളി കേട്ടാലും ഒരു പോയിന്റ് പോലും തലയിൽ നിൽക്കാറേ ഇല്ല. കാരണം എന്താ? തലയ്ക്കകത്ത് മുഴുവനും പരചിന്തന നടന്നുകൊണ്ടിരിക്കുകയാണ്. उसको पूछेंगे आज का वरदान क्या था? बड़ा अच्छा था. स्लोगन क्या? बहुत अच्छा था. मीठे बच्चे बहुत अच्छा. क्या था? अच्छा था बोलेगा, याद नहीं रहेगा. അവരോട് ഇന്നത്തെ വരദാനം ചോദിച്ചാൽ പറയും നല്ല വരദാനായിരുന്നു, സ്ലോഗനും അതും നല്ലതായിരുന്നു, മീട്ടേ ബച്ചി എന്ന് പറഞ്ഞത് നല്ലതായിരുന്നു. അല്ല, അത് എന്താ പറഞ്ഞത്? അയ്യോ, അത് ഓർമ്മയില്ല. എല്ലാം നല്ലതായിരുന്നു, പക്ഷെ പോയിന്റ് ഒന്നും ഓർമ്മയില്ല. കാരണം എന്താ? പരചിന്തനം. क्योंकि परचिंतन करने वाला, जैसे सरस्वती किसके ऊपर बैठी है? हंस के ऊपर बैठती है. इसी तरह ज्ञान उसके दिमाग में बैठता है जो हंस है. हंस अर्थात नीर अलग, खीर अलग, दूध अलग, पानी अलग, कंकड़ अलग, मोती अलग. तो जो दूसरे के दोष देखता है उसके दिमाग में सरस्वती कैसी बैठेगी? പരചിന്തനം നടത്തുന്നവർക്ക് ഒരിക്കലും തലയ്ക്കകത്ത് ജ്ഞാനം ഇരിക്കില്ല. അതിന്റെ പ്രതീകമായിട്ടാണ്, ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ് സരസ്വതി ദേവിയെ കാണിക്കുന്നത്. സരസ്വതി ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ഹംസത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഹംസത്തിന്റെ പ്രത്യേകത, ഹംസത്തിന്റെ മുമ്പിൽ വെള്ളവും പാലും കൊണ്ടുവച്ചാൽ ഹംസം അത് തിരിക്കും. നീരും ഖീറും പായസവും കൊണ്ടുവച്ചാൽ പായസമേ എടുക്കൂ. കല്ലും രത്നവും കൊണ്ടുവച്ചാൽ രത്നം മാത്രമേ എടുക്കൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ഒരിക്കലും നെഗറ്റീവ് നടക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഇരിക്കില്ല. എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവൂ. कई क्या करेंगे? सामने कोई नहीं है, पीछे दो चार मिल करके उसकी बुराई करेंगे. वो ऐसी है, ये ऐसी है. अचानक आई जिसकी बुराई करें, कहेंगे ओम शांति, अभी हम आपको याद कर रहे थे. मुख में राम, बगल में छुरी. तो उसके दिल में बाबा कैसे बैठेगा? इसलिए अंदर बाहर स्वच्छ बनो. ചില ആളുകളുണ്ടല്ലോ, 3-4 പേര് കൂടിയിരുന്നിട്ട് വേറുള്ള ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളൂ. പെട്ടെന്നെങ്ങാനും അവർ കയറി വന്നാൽ ഉടനെ പറയും ഓം ശാന്തി, നിങ്ങളിപ്പം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു? കുറ്റമായിരുന്നു. ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് അകത്തും പുറത്തും സ്വച്ഛത വേണം. और जिसके दिमाग में सरस्वती नहीं, ज्ञान की पॉइंट सी बुद्धि में नहीं, उसके चेहरे में खुशी नहीं होगी. ആരുടെയാണോ ബുദ്ധിയിൽ സരസ്വതി ഇല്ലാത്തത്, ജ്ഞാനത്തിന്റെ പോയിന്റ്സ് തലയ്ക്കകത്തില്ലാത്തത്, അവരുടെ മുഖത്ത് ഒരിക്കലും സന്തോഷത്തിന്റെ തിളക്കം ഉണ്ടാവില്ല. और जिसके दिमाग में सरस्वती संगम युग में नहीं है, तो भविष्य में उसके पास लक्ष्मी भी नहीं आएगी, उसके बाद धन भी इतना ज्यादा नहीं होगा. സംഗമയുഗത്തിൽ ആരുടെ ബുദ്ധിയിലാണോ സരസ്വതി ഇല്ലാത്തത്, അവരുടെ അടുക്കൽ സത്യയുഗത്തിൽ ലക്ഷ്മി വരില്ല. അർത്ഥം അവർക്ക് സ്ഥൂലമായ ധനം കുറവായിരിക്കും. इसलिए मुझे लगता है हर स्कूल कॉलेज में सरस्वती माँ का फोटो जरूर होता है. तो सरस्वती माँ की पूजा करने की जरूरत नहीं, हंस बनो. മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സരസ്വതി ദേവിയുടെ ഫോട്ടോ വയ്ക്കാറുണ്ട്. ശരിക്കും സരസ്വതി ദേവിയെ നമ്മൾ പൂജിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഹംസമായാൽ മാത്രം മതി. जब हंस बनेंगे तो ऑटोमेटिकली ज्ञान का चिंतन मंथन चलेगा, बड़ी खुशी रहेगी, बाबा की याद रहेगी. നമ്മൾ ഹംസമായി കഴിഞ്ഞാൽ താനെ തന്നെ നമ്മളുടെ ഉള്ളിൽ ജ്ഞാനമനനം നടന്നുകൊണ്ടിരിക്കും. നമ്മളുടെ മുഖത്ത് ആ സന്തോഷം വന്നുകൊണ്ടിരിക്കും. നമുക്ക് താനെ ബാബയുടെ ഓർമ്മയും വന്നുകൊണ്ടിരിക്കും. कौवे के ऊपर तो सरस्वती माँ नहीं बैठी ने. कौवा अर्थात अंदर कुछ बाहर कुछ. कौवा, കാക്കയുടെ പുറത്ത് സരസ്വതി ഇരിക്കാറില്ലല്ലോ. കാരണം കാക്ക വേറെയാണ്, ഹംസം വേറെയാണ്. इसलिए बाबा ने हम सभी को ड्रेस कैसा दिया है? सफेद. केवल ड्रेस की बात नहीं, लेकिन अंदर बाहर किसी के दोष ना देखना, अवगुण ना देखना, ना किसी के पास वर्णन करना, वो ये होली हंस. അതുകൊണ്ടാണ് ബാബ നമ്മൾക്ക് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനാ ബാബ നമ്മളോട് പറയുന്നത്? വെള്ള എന്ന് പറഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ ശരിയാവും എന്നല്ല, അകമയും നമ്മൾ അതുപോലെ ആയിരിക്കണം. വേറെ ആരുടെയും കുറ്റം കാണാൻ പാടില്ല, കുറവുകൾ വർണ്ണിക്കാൻ പാടില്ല, യാതൊരു തരത്തിലുമുള്ള പരദൂഷണം നടത്താൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ഹോളി ഹംസമാകാൻ പറ്റൂ. तो कौन कौन इस सभा में बैठे कभी भी किसी का परिचिंतन नहीं करते, वो हाथ खड़ा करो. ഇവിടെ ഇരിക്കുന്നതിൽ ഇന്ന് വരെ ആരെക്കുറിച്ചും ഒരു പരദൂഷണവും പറഞ്ഞിട്ടില്ലാത്ത ആള് കൈ പൊക്കണം, സൂക്ഷിച്ച് കൈ പൊക്കണം. झूठ बोले कौवा काटे, कोई नहीं है. കള്ളം പറഞ്ഞ കാക്കയാണേ. ആരെങ്കിലും ഉണ്ടോ ധൈര്യമുള്ളവർ? इसका मतलब ये क्लास की जरूरी थी, इसलिए मुझे अच्छा हुआ टच हुआ. हमने कहा यही क्लास करेंगे जरूर.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ ക്ലാസ്സിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എന്തായാലും ഈ ടോപ്പിക് എടുത്തത് നന്നായി. കാരണം എല്ലാവരും നല്ല പരദൂഷണം നടത്തുന്നതല്ല നടത്തിയിരുന്നവർ ആയിരിക്കാം. इसलिए इस भट्टी में यही करना, आज से कभी भी किसी के इतना दिन जो हो गया छोड़ो, लेकिन आज से मुझे अगर बाबा के समान बनना है, बाप समान बनना है, क्योंकि जो परचिंतन करता है वो किसी को दुआई नहीं देगा. അതുകൊണ്ട് ഈ ഭട്ടിന്ന് പോകുമ്പോൾ ഒരു സങ്കല്പം എടുത്തിട്ട് പോണേ, ഇന്ന് വരെ കഴിഞ്ഞതങ്ങ് കഴിഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് പരചിന്തനം നടത്താൻ പാടില്ല. ബാബയ്ക്ക് സമാനമായി മാറുക തന്നെ വേണം. എന്ത് സംഭവിച്ചാലും പരചിന്തനം നടത്തരുത്, ബാബയ്ക്ക് സമാനമാകണം. കാരണം പരചിന്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് വേറൊരാൾക്ക് ഒരിക്കലും ആശീർവാദം കൊടുക്കാൻ പറ്റില്ല. परचिंतन करने वालों के अंदर जिसका परचिंतन करता है उसके लिए नफरत आती है, घृणा आती है, वैर आता है, क्रोध भी आता है. फिर നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയാണെന്ന് വെച്ചോളൂ, ഞാൻ ആരെയാണോ കുറ്റം പറയുന്നത് അവരെ പ്രതി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും നിറഞ്ഞുകൊണ്ടേയിരിക്കും. फिर उसको शब्द भी क्या बोलेंगे, ये तो पागल है, इसको कोई अक्ल ही नहीं है, पता नहीं इसको दिमाग ही नहीं. ये ब्राह्मणों के शब्द, देवी देवताओं के शब्द नहीं है. പിന്നെ അവരെക്കുറിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും അവരെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നത്? ഇതൊക്കെ വട്ടാന്നാ തോന്നുന്നത്, ഒരു ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയാന്നാ തോന്നുന്നത്. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ബ്രാഹ്മണന്റെ ശബ്ദങ്ങളല്ല, ദേവതയുടെ ശബ്ദങ്ങളല്ല. इसको तो कोई दिमाग ही नहीं, मतलब हमने ऐसा वरदान दिया इसका दिमाग खत्म हो गया. ഇയാൾക്ക് ഒരു ബുദ്ധിയും ഇല്ലല്ലോ എന്ന് നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഒരാൾക്ക് വരദാനം കൊടുത്ത് ഒരു കാരണവശാലും ഒരു കാലത്ത് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന്. इसलिए ये शब्द आज से हमें ये क्यों होता है, परचिंतन करने से. इसलिए हमें सदा ही क्या करना है, सो चिंतन करना है. ब्रह्मा बाबा होपलेस में भी होप रखते थे. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ പറയരുത്. ഇതൊക്കെ പരചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്ന ശബ്ദങ്ങളാണ്. ബ്രഹ്മബാബ എന്താ ചെയ്തിട്ടുള്ളതെന്നറിയോ? എത്ര പ്രതീക്ഷ ഇല്ലാത്ത ഒരാളാണെങ്കിലും ബാബ അവരുടെ മേലെ പ്രതീക്ഷ വെക്കുമായിരുന്നു. एक ब्रह्मा बाबा की एक बात मैं आपको सुनाता हूँ. 18 जनवरी चल रहे ना, एक बार एक पार्टी आई थी मधुबन में बाबा से मिलने के लिए. ബ്രഹ്മാ ബാബയുടെ ഒരു സംഭവം പറയാം. ഇത് ജനുവരി 18 വരാൻ പോവുമല്ലേ. ഒരു പ്രാവശ്യം മധുബനില് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു ബാബയെ കാണാൻ വേണ്ടിയിട്ട്. तो बाबा से मिलने से पहले वहाँ की जो टीचर बहन जी है, बाबा को कहा, बाबा मेरे पार्टी में एक ऐसा भाई है, बहुत शैतानी करता है, बहुत डिसर्विस करता है, आप उसको मिलना ही नहीं. कहा कि वो ऐसा करके इशारे से बाबा को दिखाया. बाबा ने कहा ठीक है बच्चे, ऐसा करके. അപ്പൊ ആ ഗ്രൂപ്പും കൊണ്ടുവന്ന ടീച്ചർ ഉണ്ടല്ലോ, സിസ്റ്റർ, അവര് ബാബയുടെ അടുത്ത് പറഞ്ഞു, ബാബ ഈ ഗ്രൂപ്പില് ഒരു വല്ലാത്തൊരു ബ്രദർ ഉണ്ട്, അങ്ങേര് ഭയങ്കര മോശമാണ്, ബാബ ഒരു കാരണവശാലും അയാളെ മിലനം ചെയ്യരുത്, അങ്ങേരെ കാണരുത്, അങ്ങേരുമായിട്ട് സംസാരിക്കരുതെന്ന് ബാബയോട് പറഞ്ഞു. എന്നിട്ട് ബാബയ്ക്ക് കാണിച്ചും കൊടുത്തു ആൾ ആരാണെന്ന്. അപ്പൊ ബാബ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. तो फिर जैसे एक एक भाई बहने मिल रहे थे, बाबा उनको टोली दे रहा था, दृष्टि दे रहा था, ये कर रहा था. जैसा वो भाई आया, बाबा ने क्या किया, उसको गले लगाया, गोदी में बिठाया, और जो उनकी बाबा की ब्राह्मणी थी लक्ष्मणानी, कहा कि ये बच्चा बहुत सर्विसेबल है, बहुत बच्चा अच्छा है, इसके लिए मैंने स्पेशल गिफ्ट रखा है, मेरे रूम में जाकर के टोली वो स्पेशल गिफ्ट लेके आओ. वो बहन तो लाल पीली हो गई. उनको लगा बाबा ने तो समझा ही नहीं, इसको तो मिलना नहीं था, और सबसे ज्यादा प्यार और ही सिर पर बिठाया. അങ്ങനെ ഈ പാർട്ടിയിൽ ഓരോരുത്തരായിട്ട് ബാബയെ കണ്ടു വരുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തി ബാബയുടെ അടുക്കലെത്തിയതും ബാബ അതിനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മടിയിലിരുത്തി ഭയങ്കര സ്നേഹത്തോടെ ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് ബാബയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ദാദിയുണ്ട്, ലച്ചു ദാദിയുടെ അടുത്ത് പറഞ്ഞു, ഇത് നല്ല സേവാധാരി കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണ്, ഈ കുട്ടിക്ക് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, റൂമിൽ പോയി എടുത്തിട്ട് വന്ന്. അപ്പം ഇത് കണ്ടതും നേരത്തെ ബാബയ്ക്ക് സൂചന കൊടുത്ത ആ സിസ്റ്ററിൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് അത് വിചാരിച്ചു, ഞാൻ ബാബയുടെ അടുത്ത് പറഞ്ഞതാണ് ഇയാളെ കാണരുതെന്ന്. എന്നിട്ട് ബാബ ഈ കണ്ടവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാ, ആ ആളിനെ തന്നെയല്ലേ എന്ന് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. तो जब लाल पीली हो गई, फिर सारे मिल के गए. बाबा कहते, बाबा वो भाई तो डिसर्विस करता था, आपने तो सिर पर बिठाया और ही मेरे को तकलीफ करेगा. बाबा ने कहा कि नहीं बच्ची, वो ठीक हो जाएगा. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ആ കുട്ടി അങ്ങ് പോയപ്പോൾ ഈ സിസ്റ്റർ വന്ന് ബാബയുടെ അടുത്ത് പറഞ്ഞു, ബാബ
എന്തുമാത്രം ഡിസർവീസ് ചെയ്ത ആളാണെന്നറിയോ. ബാബ എടുത്ത് തലയിൽ വെച്ച് ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാവേ ഉള്ളൂ എന്ന്. അപ്പൊ ബാബ പറഞ്ഞു, ഇല്ല കുട്ടി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. उसके बाद जब बाबा मिल करके अपनी झोपड़ी की तरफ जा रहे थे, वो चले तो भाई कहीं से आया इधर उधर से, और बाबा कहता, बाबा मेरे को आप इतना प्यार किया, मैं ऐसा नहीं हूँ, मैं तो बहुत गलत काम करता था, आज से मैं कभी गलत काम नहीं करूँगा. बाबा ने कहा ठीक है. वो बच्चे इतना अच्छा हो गया, डिसर्व करना छोड़ दिया. ये है बाबा का പരിവർത്തനം करने का ये. അതായത് എന്നിട്ട് ഈ ബാബ ഇതെല്ലാം കഴിഞ്ഞ് ബാബയുടെ കുടിലിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടീനെ വഴിയിൽ വെച്ച് കണ്ടു. ആ കുട്ടി ഓടി വന്ന് ബാബയുടെ അടുത്ത് പറഞ്ഞു, ബാബ ഞാൻ ഒരുപാട് ഡിസർവീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റായ കർമ്മം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ബാബ എന്നെ ഇത്രയും സ്നേഹിച്ചില്ലേ, ഞാൻ ഇനി ഒരിക്കലും തെറ്റായ കാര്യങ്ങളെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബാബയ്ക്ക് വാക്ക് കൊടുത്തു എന്നാണ്. അപ്പം നോക്കണം, ബാബയുടെ സ്നേഹത്തിൽ ആ ആത്മാവ് എങ്ങനെയാണ് പരിവർത്തനപ്പെട്ടതെന്ന്. इसलिए परचिंतन करने के बजाय, किसी की बुराई करने के बजाय उसको और ही स्नेह प्यार दो, उसको महिमा गाओ, तो वो बदल जाएगा. പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, നമ്മൾ പരചിന്തനം നടത്തുന്നതിന് പകരം ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് തന്നെ നമ്മൾ കുത്തി കുത്തി പറയുന്നതിന് പകരം നമ്മൾ അവരുടെ നല്ലത് കാണൂ, അവരുടെ മഹിമ പാടൂ, എങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളുടെ സ്നേഹത്തിൽ പരിവർത്തനപ്പെടും. समझो कोई घर में मेहमान आता है और हम कहेंगे मेरा बच्चा तो गधा ही है, इसको कोई अक्ल नहीं है, बहुत खराब है, उसकी बुराई करते हैं. गधा बोलेंगे तो जाएगा, मिट्टी में लुटपुट करेगा, लात भी मारेगा, क्योंकि आपने गधा बोला है. इसीलिए उसको और ही प्यार करो. कोई भी आता है, कोई मेरा बच्चा बहुत अच्छा है, कोई भी आता है कहता है अंकल जी नमस्ते, नहीं बोलेगा तो भी नमस्ते बोलना शुरू करेगा. जैसा बोलोगे, जैसा सोचेंगे, वैसा बन जाता है. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് ഗസ്റ്റ് വന്നെന്ന് വെച്ചോളൂ, അപ്പോൾ അവരുടെ അടുത്തിരുന്ന് നമ്മൾ പറയണേ, എൻ്റെ മോനുണ്ടല്ലോ ഇങ്ങനെ ഒരു കഴുതയെന്ന് പറഞ്ഞാൽ ഒരു അല്പം പോലും ബുദ്ധിയില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലോ? കഴുതയുടെ സ്വഭാവം എന്താ? കഴുതയ്ക്ക് ആരോട് എന്ത് ചെയ്യണമെന്നറിയില്ല. കഴുത എന്ത് ചെയ്യും? കഴുത വല്ലാത്ത ശബ്ദം ഉണ്ടാക്കും. കഴുത ചിലപ്പോൾ എന്ത് ചെയ്യും? കാല് വെച്ച് മറ്റുള്ളവരെ തട്ടിയിടും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുടെ മക്കൾ പെരുമാറുന്നെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തന്നെ അവരെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് നമ്മളുടെ വീട്ടുകാരെ കുറിച്ച് നല്ലതേ പറയാവൂ. നമ്മൾ നമസ്തേ അങ്ങോട്ട് പറയണം. ചിലപ്പോൾ അന്ന് ഇങ്ങോട്ട് പറഞ്ഞെന്ന് വരില്ല, പക്ഷെ പിന്നെ അവർ പഠിക്കും തിരിച്ച് നമസ്തേ പറയാനായിട്ട്. നല്ലത് കാണിച്ചു കൊടുത്താൽ തിരിച്ച് നല്ലത് അവർ ചെയ്തു തരും. समझो कोई बहू आए, कोई घर में मेहमान आता है तो कोई मेहमान को हमेशा कहे कि मेरी बहू तो अक्ल ही नहीं, पता नहीं माँ बाप ने क्या संस्कार दिया, खाना बनाने की भी अक्ल नहीं, पता नहीं पढ़ी लिखी है. हमेशा बुराई करते रहेंगे. जितना बुराई करेंगे उस आत्मा को काम करने की इच्छा ही नहीं होगी. फिर ഇപ്പം ഒരു മരുമകൾ വന്നെന്ന് വെച്ചോളൂ വീട്ടിൽ. നമ്മൾ വരുന്നോടൊക്കെ പറയുകയാണ്, ഈ മരുമകൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷെ ഒരു വിവരവും ഇല്ല, ആഹാരം ഉണ്ടാക്കാനും അറിഞ്ഞുകൂടാ, ഒന്നും ചെയ്യാൻ അറിയില്ല. നമ്മൾ എത്രത്തോളം വീട്ടിലുള്ളവരെ കുറ്റം പറയുന്നുവോ അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. और वो दूर से सुन लेते हैं, देख लेते हैं, मेरी हमेशा बुराई करते हैं, तो आप क्या करेगी? वो हमेशा आप जब बाहर जाएंगे तो कुछ नहीं करेगी और ये आपका अशांति दुख फैलता जाएगा. इसीलिए अगर उस बहू को सुधारना है, कोई भी घर में मेहमान आता है उसके सामने उसकी महिमा करो. മാത്രമല്ല, ഈ പറഞ്ഞ മരുമകൾ മാറി നിന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരൊന്നും ചെയ്യില്ല, അവരതുപോലെ ഇട്ടിരിക്കും. കാരണം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എപ്പോഴും എന്നെ കുറ്റമല്ലേ പറയുന്നതെന്ന്. അതുകൊണ്ട് നമ്മളുടെ മരുമക്കളെയൊക്കെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരുടെ മുമ്പ് വെച്ച് നമ്മൾ ഇവരുടെ മഹിമ പറയണം. कोई भी मेहमान आता है कहो कि मेरी बहू बहुत अच्छे हैं, मुझे भी इडली बनानी नहीं आती, इतनी अच्छी सॉफ्ट बनाते हैं, सांभर भी बड़ी अच्छी बनाते हैं, वो हमेशा 2 बार घर को पोछा लगाते हैं, इसलिए मच्छर भी नहीं है. महिमा करने से उसको काम करने का उमंग आएगा. അപ്പം നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ പറയാണ്, കണ്ട എൻ്റെ മരുമകൾക്ക് എല്ലാം അറിയാം, എനിക്ക് ഇത്രയും സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ല, അത്ര നന്നായിട്ട് ഉണ്ടാക്കുമെന്നറിയോ. പിന്നെ ഞാനാണെങ്കിൽ സാമ്പാർ വെച്ചാൽ കൊള്ളേയില്ല, പക്ഷേ ഈ കുട്ടി വെച്ചാൽ നല്ല സാമ്പാറാണ്, 2 വട്ടമൊക്കെ വീട് തൂത്തു ഉടയ്ക്കും, അത്രയ്ക്ക് വൃത്തിക്കാണ്. അങ്ങനെ നമ്മൾ മരുമകളെ പുകഴ്ത്തുമ്പം അവർക്ക് വീണ്ടും വീണ്ടും ജോലി ചെയ്യാനുള്ള ഉത്സാഹം കൂടും. जैसे जब हम कोर्स करते हैं, कोर्स करने के बाद पहले दिन जब मुरली में सुनते हैं, पहला महावत क्या होता है? मीठे बच्चे. हम मीठे तो है ही नहीं, कितने गलत क्या क्या किया है, लेकिन बाबा मीठे मीठे बोल करके, मीठा बोल करके हमको कितना मीठा बनाया. ये है भगवान की सुधारने की युक्ति. നമ്മൾ 7 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് മുരളി ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദം ഏതാ? മീഠേ ബച്ചേൻ, മധുരമായ കുട്ടികളെ. നമ്മൾ മധുരമേ അല്ല,
പക്ഷെ എന്നിട്ടും ബാബ നമ്മൾ എന്താ വിളിക്കുന്നത്? മധുരമായ കുട്ടികളെ. അങ്ങനെ മധുരമായ കുട്ടികളെ എന്ന് വിളിച്ച് ബാബ നമ്മൾ എന്താക്കുകയാണ്? മധുരമാക്കുകയാണ്. ഇതാണ് ഭഗവാൻ ആൾക്കാരെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന യുക്തി. इसलिए अगर ब्रह्मा बाप समान बनना है, ये पर चिंतन पर दर्शन, इससे हमें मुक्त बनना है। क्योंकि पर चिंतन करने से हमारा ही गला कट जाता है। अगर आसुरों का गला काटना है, विकारों का गला काटना है, सुदर्शन चक्र घुमाओ, अपना सुदर्शन, दूसरे का पर चिंतन नहीं करो. അതുകൊണ്ട് ബ്രഹ്മാ ബാബയ്ക്ക് സമാനമാകണമെങ്കിൽ പരചിന്തനം, പരദർശനം, അസൂയ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മുക്തമാകണം. ഈ പരദർശനം നടത്തുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ തന്നെ കഴുത്ത് നമ്മൾ വെട്ടിക്കളയുന്നതിന് തുല്യമാണെന്ന്. അസുരന്റെ കഴുത്തല്ല വെട്ടുന്നത്. അസുരന്റെ കഴുത്ത് വെട്ടിക്കളയണമെങ്കിൽ സ്വദർശനമാണ് തിരിക്കേണ്ടത്, പരദർശനം അല്ല. അതുകൊണ്ട് പരചിന്തനം, പരദർശനത്തിൽ നിന്ന് സമ്പൂർണമായി മുക്തമാകണം. जो परचिंतन करता है वो योग में बैठेगा तो भी उसका टाइम वेस्ट हो जाएगा. बाबा भी परचिंतन करने वालों को प्यार नहीं करेगा. പരചിന്തനം ചെയ്യുന്നവർ യോഗം ചെയ്യാനിരുന്നാൽ വെറുതെ അവരുടെ സമയം പാഴാകുന്നേ ഉള്ളൂ. അവർ യോഗം ചെയ്യാതിരുന്നാൽ അവിടെ ഇരുന്ന് പരചിന്ത നടത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല പരചിന്തനം ചെയ്യുന്നവരെ ബാബ ഒരിക്കലും സ്നേഹിക്കില്ല. क्योंकि योग में हम भी कहे बाबा और बाबा भी सामने कहेंगे बच्चे, लेकिन कब कहेगा? जब हम किसी के दोष नहीं देखेंगे, अवगुण नहीं देखेंगे, तब बाबा आपको सामने से प्यार करेगा. കാരണം യോഗം ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ബാബ എന്ന് വിളിച്ചാൽ ബാബ തിരിച്ച് നമ്മളെ കുട്ടികളെ എന്ന് വിളിക്കും. എപ്പോഴാണോ നിങ്ങൾ ഒരാളുടെ പോലും കുറ്റമോ കുറവോ കാണാത്തത്, ഒരാളുടെ പോലും പരചിന്തനം നടത്താത്തത്, അപ്പോഴേ ബാബ നമ്മളുടെ മുന്നിൽ വരികയുള്ളൂ നമ്മൾ യോഗം ചെയ്യാനിരുന്നാൽ. अब किसी के घर में जाओ, उनके बच्चे भी बैठा है, बाप भी बैठा है, और बच्चों को कहेंगे बच्चा ठीक नहीं, नालायक है, ऐसा है वैसा है, और बाप को कहेंगे आप बहुत अच्छे, आप कितने अच्छे हैं. ഇപ്പം നോക്കണം, നമ്മൾ ഒരു വീട്ടിൽ പോയി, ആ വീട്ടിൽ അച്ഛനും മക്കളും ഇരിക്കുകയാണ്. മക്കളെ പറയണം ഈ മക്കൾ കൊള്ളില്ല, പിള്ളേർ ഭയങ്കര കുസൃതിയാണ്, വികൃതിയാണ്, എപ്പോഴും ബഹളമാണെന്ന്. അച്ഛൻ്റെ അടുക്കൽ പറയണം അച്ഛൻ വളരെ നല്ല ആളാണ് കേട്ടോ എന്ന്. और बाप को महिमा करेंगे, बाप कहेंगे तुम पहले यहाँ से भाग जाओ. क्योंकि हर माँ बाप को अपने बच्चे प्यारे होते हैं. बच्चे लूले हो, लंगड़े हो, कैसे भी हो, माँ बाप को प्यारे होते हैं. അപ്പം അച്ഛൻ്റെ മഹിമ പറയാണ്, മക്കളെ കുറ്റം പറയാണ്. അച്ഛൻ ഇഷ്ടപ്പെടോ? ഒരിക്കലും ഇല്ല. കാരണം ഏതൊരച്ഛനും അമ്മയ്ക്കും മക്കൾ എങ്ങനെയുള്ളതാണെങ്കിലും, അതിനി മുടന്തനാണെങ്കിലും അന്ധനാണെങ്കിലും ആരാണെങ്കിലും മക്കളെന്ന് പറഞ്ഞാൽ വളരെ അത്രയും പ്രിയപ്പെട്ടവരായിരിക്കും. അവരെ വേറെ ആരും കുറ്റം പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. इसी तरह हम सारा दिन करते हैं, मेरी भाभी ऐसी है, मेरी पड़ोसनी ऐसी है, वो बहन ऐसी है, वो भाई ऐसा है. सारा दिन परचिंतन करेंगे और शाम को योग में बैठेंगे. मीठे बाबा, प्यारे बाबा, आप शांति के सागर, दया के सागर, आनंद का सागर. बाबा कह के मैं भूल गया, मुझे याद दिला रहे हैं, पहले तुम यहाँ से भाग जाओ. നമ്മൾ പകൽ മുഴുവനും നേരം വെളുത്ത് രാത്രി വരെ ഇരുന്ന് പറയും എൻ്റെ നാത്തൂൻ ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ചേട്ട ശരിയല്ല, അനിയൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം വന്ന് യോഗം ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് പ്യാരേ ബാബ, മീഠേ ബാബ, ആ ബാബ, ഈ ബാബ എന്നൊക്കെ നമ്മൾ വിളിക്കും. ബാബ കേൾക്കൂ? बाबा कहेगा मैं भूल गया, मुझे याद दिला रहे. भगवान से प्यार करने से पूर्व भगवान ही रचे हुए दुनिया का हर इंसान मुझे प्रिय चाहिए. ഭഗവാൻ അപ്പൊ ബാബ പറയും എന്താ ഞാൻ മറന്നുപോയോ ഞാൻ ഇതൊക്കെയാണെന്ന്. നമ്മൾ പോയി ബാബയെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കണം. ബാബയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാബയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം. കാരണം ഭഗവാൻ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും പ്രിയപ്പെട്ടവരാണ്. परचिंतन करेंगे तो आत्म उन्नति, सो उन्नति, शांति की अनुभूति, सुख की अनुभूति नहीं होगी. പരചിന്തനം ചെയ്യുന്നവർക്ക് ആത്മ ഉന്നതി ഉണ്ടാവില്ല, ശാന്തിയുടെ അനുഭവം ഉണ്ടാവില്ല, സുഖത്തിന്റെ അനുഭവം ഉണ്ടാവില്ല, ഒരിക്കലും സ്വ ഉന്നതി ഉണ്ടാവില്ല. एक शिष्य था, भगवान के पास गया, कहता है भगवान मुझे जीवन में सुख चाहिए, शांति चाहिए, मैं जीवन में अपनी तरक्की करना चाहता हूँ, मैं अपनी उन्नति करना चाहता हूँ. भगवान ने कहा ठीक है. ഒരു ശിഷ്യൻ ഒരിക്കൽ ഈശ്വരന്റെ അടുക്കൽ പോയി. എന്നിട്ട് ഈശ്വരന്റെ അടുക്കൽ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതി വരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ശാന്തി വേണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കങ്ങനെ എന്നെ മാറ്റിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഓക്കെ ശരി. ठीक है करके भगवान ने क्या किया, उसको एक वरदान दिया. कहते मैं तुम्हें वरदान देता हूँ, तुम्हें सुख मिलेगी, शांति मिलेगी, सब कुछ मिलेगा, और साथ में 2 थैले देता हूँ, बैग. कहा कि एक थैले को पीठ के पीछे रखना और दूसरे थैले को आगे रखना.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, അതിനുവേണ്ടി ഞാൻ നിനക്കൊരു വരദാനം തരാം. ആ വരദാനം കിട്ടിയാൽ നിനക്ക് സുഖം കിട്ടും, ശാന്തി കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ അതിനോടൊപ്പം നിനക്ക് ഞാനൊരു 2 ഭാണ്ഡം തരും. ഭാണ്ഡം ഉണ്ടല്ലോ, ഭാണ്ഡം എന്നല്ലേ പറയുന്നേ, ആ ഭാണ്ഡം തോളിലിടണം. അതിൻ്റെ ഒരെണ്ണം പുറകിലും ഒരു ഭാണ്ഡം ഫ്രണ്ടിലുമായിട്ട് ഇങ്ങനെ തോളിയിടാൻ പറഞ്ഞു. और भगवान ने कहा जो पीछे वाला थैला है उसके अंदर तुम्हारे आस पास पड़ोस में मित्र संबंधी जो भी लोग हैं उन सभी के अंदर की बुराइयां, अवगुण, दोष, उसकी चिटकियां बना करके मैंने पीछे थैले में डाला है. उस थैले को बांध करके पीछे रखना. ആ പുറകിലുള്ള ഭാണ്ഡക്കെട്ടിൻ്റെ അകത്ത് എന്താ സംഭവം എന്നറിയോ? നിന്റെ വീട്ടിലുള്ളവരുടെ, അയൽപക്കക്കാരുടെ, അവരുടെ പരിചയത്തിലുള്ള സർവ്വ ആളുകളുടെയും നെഗറ്റീവാണ്, മോശമായ അവഗുണങ്ങളാണ്. അതെല്ലാം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ സ്ലിപ്പാക്കി എഴുതിയിട്ടുണ്ട്. ആ ഭാണ്ഡക്കെട്ട് പുറകിലിട്ടിരിക്കണമെന്ന് പറഞ്ഞു. और कहा कि आगे वाला जो थैला है उसके अंदर तुम्हारे अंदर जो दोष है, तुम जिद्दी हो, किसी की नहीं मानते हो, क्या क्या तुम्हारे दोष हैं, वो सब दोषों की चिटकियां बना करके आगे वाले थैले में रखा है. लेकिन उस थैले को खुला रखना और तुमको जब भी टाइम मिलता है हाथ डालना, निकालना कि मेरे अंदर क्या दोष है, उसको परिवर्तन करना. तुम्हें सुख मिलेगा, शांति मिलेगी, सब कुछ मिलेगी. जाओ, मेरा तुम्हारे लिए वरदान है. लेकिन थैले का ध्यान रखना, दूसरे की बुराई को पीछे रखना और अपनी बुराई को आगे. वो इसी से चला गया. അതിൽ മുമ്പിലത്തെ ഭാണ്ഡക്കെട്ടിൽ എന്താണെന്നറിയോ? നിന്റെ തന്നെ കുറവുകളാണ്. നീ ആര് പറഞ്ഞാലും കേൾക്കില്ല, മോശമായ സ്വഭാവം, അങ്ങനെയുള്ള കുറവുകൾ എഴുതിയ കുറിപ്പാണ് ആദ്യത്തെ ഫ്രണ്ടിലുള്ള ഭാണ്ഡക്കെട്ടിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് തുറന്നു തന്നെ വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇത് എന്ത് ചെയ്യണം? വായിക്കണം. എന്നിട്ട് എന്ത് കുറവാണോ ഉള്ളത് ആ കുറവിനെ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. നിനക്ക് ജീവിതത്തിൽ ശാന്തി കിട്ടും, സുഖം കിട്ടും. നീ എത്ര ഉയരാൻ ആഗ്രഹിക്കുന്നു അത്രയും ഉയരും. പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം, ഭാണ്ഡക്കെട്ട് തോളിലുണ്ടായിരിക്കണം, മറ്റുള്ളവരുടെ കുറവ് പുറകിലായിരിക്കണം, സ്വന്തം കുറവ് ഫ്രണ്ടിലായിരിക്കണം. तो वो चला गया. कुछ साल के बाद वो क्या करता है, दूसरे की बुराई का थैला को आगे करता है, उसको खोल देता है, चिटकी निकालता है. अच्छा, फलाना ऐसा है, मुझे तो पता ही नहीं था, वो ऐसा है. फिर उसको पहले सोचता है, दूसरों को भी बुला करके या खुद जा करके कहता है, तुमको पता है वो ऐसा है, वो ऐसा है. दूसरे की बुराई करना शुरू किया. वो और ही दुखी हो गया, अशांत हो गया और अपनी बुराई के थैले को बांध करके पीछे रखता है. उसके बारे में सोचता भी नहीं, और ही दुखी हो गया, परेशान हो गया. പക്ഷേ ഈ ശിഷ്യനൊരു അബദ്ധം പറ്റി. ഇയാൾ ആ ഭാണ്ഡം ഇട്ടത് തിരിച്ചായിട്ടായിരുന്നു. മറ്റുള്ളവരുടെ കുറവ് ഫ്രണ്ടിലും സ്വന്തം കുറവ് പുറകിലുമാണ് ഇട്ടത്. എന്നിട്ട് മറ്റുള്ളവരുടെ കുറവിൻ്റെ ഭാണ്ഡം തുറന്നു വെച്ചിട്ട് ഇടയ്ക്ക് നോക്കൂ, ഓ, ഇയാൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നോ, എനിക്കറിയേയില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്നിട്ട് കുറേ ആളുകളെ വിളിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരോടും കൂടെ പറയും, ഇയാൾ ഇങ്ങനെയാണ് കേട്ടോ, മോശമാണ് എന്ന് പറഞ്ഞിട്ട് പരദർശനം നടത്താൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് ചെയ്ത് ഇയാളുടെ ടെൻഷൻ കൂടി, അശാന്തി കൂടി, ഇയാൾ ആകെ പരവശപ്പെട്ടു. എന്നാൽ സ്വന്തം കുറവിൻ്റെ ഭാണ്ഡം ഇപ്പോഴും തുറക്കാതെ ഇവിടെ തന്നെ കിടക്കുകയാണ്, പുറകിൽ തന്നെ. അത് കാരണം ഒരു മാറ്റവും അയാൾക്ക് വരുന്നതില്ല. तो एक दिन वो परेशान होकर के भगवान के पास आते, कहते भगवान मैं बहुत दुखी हो गया, मैं परेशान हो गया. भगवान ने कहा, अच्छा, मैंने तो तुमको थैले दे उसको कहाँ रखा था? कहता, हाँ भगवान, मेरे से कई बार गलती हो गई, मैंने पीछे का थैला आगे किया था, ये गलती हो गई थी. भगवान ने कहा, यही तुम्हारे दुखों का कारण है. എന്നിട്ട് ദുഃഖം കൂടിയിട്ട് ആകെ പരവശപ്പെട്ട് വീണ്ടും ഈശ്വരൻ്റെ അടുക്കൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ, എനിക്ക് ഒരു സമാധാനമില്ല, ഇപ്പോഴും ഞാൻ ഭയങ്കര ദുഃഖിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിനക്ക് ദുഃഖം മാറാൻ വേണ്ടി ഞാനിന്ന് ഭാണ്ഡങ്ങൾ തന്നതാണല്ലോ. അപ്പോൾ പറഞ്ഞു, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് ഭാണ്ഡം ഇട്ടത് മാറിപ്പോയി, എൻ്റെത് പുറകിലും മറ്റുള്ളവരത് ഫ്രണ്ടിലും ആയിപ്പോയി എന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അത് തന്നെയാണ് നിന്റെ ദുഃഖം കൂടുന്നതിൻ്റെ കാരണം. ये कहानी किसी और की नहीं, ये हमारी अपनी कहानी है. आज हम यहाँ क्यों आते हैं? थोड़ा सुख मिल जाए, शांति मिल जाए, जीवन में आगे बढ़े, योग लगे. तो बाबा भी कहते, ठीक है बच्चे, तुम्हें वरदान देता है और साथ में 2 थैले देता है. दूसरे की बुराई को पीछे रखो और अपनी बुराई को आगे रखो. ഇത് വേറെ ആരുടെയും കഥയല്ല. ഇത് ആരുടെ കഥയാ? നമ്മളുടെ കഥയാണ്. ദുഃഖവും പരവശതയും കഷ്ടപ്പാടും കാരണമാണ് നമ്മൾ ആരുടെ അടുക്കൽ വന്നത്? ബാബയുടെ അടുക്കൽ. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി കുഴപ്പമില്ല, എല്ലാം മാറും, ഈ 2 ഭാണ്ഡം എപ്പോഴും വേണം. പക്ഷേ മറ്റുള്ളവരുടെ കുറവുകളുടെ ഭാണ്ഡം എവിടെ ആയിരിക്കണം? പുറകിൽ. സ്വന്തം കുറവുകളുടെ ഭാണ്ഡം എവിടെ ആയിരിക്കണം? മുമ്പിൽ. लेकिन हम बाहर जाकर के क्या करते हैं? दूसरे की बुराई को आगे करते हैं और अपनी बुराई को पीछे करते हैं. फलानी ऐसी है, ये ऐसी है, वो ऐसी है. फिर हमारा योग नहीं लगता, फिर अशांति हो जाते हैं, संस्कार नहीं बदलते. फिर बाबा कहते, बाबा कारण हमने दोष देखते. इसीलिए आज से हमें अगर सुख चाहिए, शांति चाहिए, योग की अनुभूति करना चाहते हैं, बाप समान बनना चाहते हैं, दूसरे की बुराई को बांध करके
पीछे रखना मतलब किसी की बुराई को देखते हुए भी न देखना, ये है पुरुषार्थ. നമ്മൾ ബാബ തന്ന ഭാണ്ഡമൊക്കെ നമുക്ക് കിട്ടി, പക്ഷെ നമുക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പം വരാറുണ്ട്. ഈ സഞ്ചി ഭാണ്ഡം ഇടുന്നത് തിരിഞ്ഞു പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരുടെ കുറവുകൾ എവിടെ വരും? ഫ്രണ്ടിൽ വരും. നമ്മളുടെ കുറവുകൾ എവിടെ വരും? പുറകിൽ വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു തെറ്റ് മാറ്റിയെടുക്കണം. ജീവിതത്തിൽ സുഖം വേണോ, ശാന്തി വേണോ, ബാബയുമായിട്ട് നല്ല യോഗം വേണോ, ഉറപ്പായിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ കാണാതെ അത് പുറകിൽ തന്നെ ഇടണം. എന്നാൽ സ്വന്തം കുറവുകൾ കാണുകയും വേണം, അതിനെ തിരുത്തുകയും വേണം. ഈ പുരുഷാർത്ഥമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. इसीलिए इस भट्टी में ये परचिंतन रूपी राक्षस को खत्म करके जाना. परचिंतन भी एक राक्षस है, एक रोड़ा है जो हमारे जीवन में हमारी स्थिति को बिगाड़ता है, हमारे संबंधों को खराब करता है. അതുകൊണ്ട് ഈ ഭട്ടിയിൽ പരചിന്തനമാകുന്ന രാക്ഷസനെ ഇല്ലാതാക്കിയിട്ട് വേണം പോകാൻ. പരചിന്തനം എന്ന് പറയുന്നത് രാക്ഷസന് സമാനമാണ്. അത് നമ്മളുടെ സ്ഥിതിയെ മോശമാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം പോകാനായിട്ട്. क्योंकि माताओं में क्या होता है, थोड़ा सहन शक्ति की कमी. माताओं के पेट में कोई बातें ठहरती नहीं, थोड़ी कुछ हुआ औरों को जाकर शेयर करेंगे. മാതാക്കൾക്ക് സഹനശക്തിയുടെ കുറവുണ്ട്. മാതാക്കൾക്ക് എന്ത് കൊടുത്താലും വയറ്റിനകത്തിരിക്കുകയില്ല. വയറ്റിനകത്തിരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അകത്ത് വെച്ച് ഒളിക്കാൻ അറിയില്ല. എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ ആരടുത്തെങ്കിലും കൊണ്ടു കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. और ब्रह्मा बाबा ने माताओं की इस कमजोरी का फायदा लेकर के ज्ञान का कलश किसको दिया है? माताओं को दिया है. മാതാക്കളുടെ ഈ ഒരു കുറവിന് ആര് മുതലെടുത്തു? ബ്രഹ്മ ബാബ. എന്നിട്ട് ജ്ഞാനത്തിന്റെ കലശ ആരുടെ തലയിൽ വെച്ചിരുന്നു. കാരണം എന്ത് കിട്ടിയാലും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല, അപ്പോഴേ കൊണ്ട് ആരുടെത്തെങ്കിലും പറയും. അതുകൊണ്ട് ബാബ ജ്ഞാനത്തിന്റെ കലശ ആരുടെ തലയിൽ തന്നെ വെച്ച് തന്നു? മാതാക്കളുടെ തലയിൽ. क्योंकि बाबा को पता अगर माताओं को सुनाएंगे तो माताओं के पेट में ठहरेगा नहीं, सबको सुनाएंगी. इसीलिए हर क्लास में माताओं की संख्या ज्यादा होती है. ബാബയ്ക്കറിയാം മാതാക്കളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉള്ളിലിരിക്കില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് എല്ലാവരടുത്തും പോയി പറഞ്ഞു പരത്തിക്കൊണ്ടേ നടക്കും. അതുകൊണ്ട് ബാബ എന്ത് ചെയ്തെന്ന്, അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വരണ എണ്ണ ആരുടെയാ? മാതാക്കളാണ്. देखो कल की माताओं की ज्यादा थी, क्लास में भी माता ही ज्यादा आते हैं. पिछले भट्टी में भी माताओं को 3 भट्टी करना पड़ा, 3 भट्टी के ग्रुप, और भाइयों का तो मुश्किल एक ग्रुप रहेगा. നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഭട്ടി പുതിയവരുടെ ഭട്ടിയായിരുന്നു. അതിലും അമ്മമാരുടെ എണ്ണമായിരുന്നു കൂടുതൽ. ഇവിടെ മാതാക്കൾക്ക് 3 ഭട്ടിയും ബ്രദേഴ്സിന് ഒറ്റ ഭട്ടിയാണ്. ക്ലാസ്സിൽ നോക്കിയാലും മാതാക്കളുടെ എണ്ണമാണ് കൂടുതൽ. तो ज्ञान की बातें भले आप किसी को सुनाओ, लेकिन व्यर्थ बातें अपने दिल में रखनी है. इसलिए गणेश का पेट बड़ा क्यों दिखाते हैं? गणेश निर्विघ्न का देवता है. अगर मुझे निर्विघ्न बनना है, कोई भी निगेटिव बातों को पेट में रखना, औरों को नहीं सुनाना. മാതാക്കളെ ജ്ഞാനത്തിന്റെ കാര്യം ആർക്ക് വേണോ പറഞ്ഞു കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കണം. ഭക്തിയിൽ കണ്ടിട്ടില്ലേ, ഗണപതിക്ക് വലിയ വയറാ കാണിക്കുന്നേ. ഗണപതി ആരായിട്ടാ പറയുന്നേ? വിഘ്ന വിനാശകനായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വലിയ വയറ് കാണിക്കുന്നത്? കാരണം എല്ലാ കാര്യങ്ങളും ഉള്ളിലൊതുക്കും. പരദൂഷണം ഒന്നും ആരടുത്തും ചെയ്യുന്നില്ല. इसीलिए वो बातें पेट में अपने तक रखो. किसी ने कुछ भी बोला अंदर रखो, दूसरों को सुनाया, विघ्न पैदा होंगे. ഇപ്പൊ എന്ത് സംഭവിച്ചാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോളൂ, അത് നമ്മൾ തന്നെ ആയിട്ടങ്ങ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കണം. ഇത് ഞാൻ പോയിട്ട് വേറെ ആരോടെങ്കിലും പറയുമ്പോഴാണ് വിഘ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. और दिखाते गणपति को हाथी का सिर दिखाते हैं, और हाथी हमेशा कान हिलाता रहता है, नॉन स्टॉप हिलाता रहता है. क्यों? हाथी के कान में चींटी गई तो मर जाता है, इसीलिए चींटी से बचने के लिए हिलाता रहता है. ഗണപതിക്ക് തല കാണിക്കുന്നത് ആനേന്റെ തലയാണ്. കണ്ടിട്ടില്ലേ? ആനേന്റെ തലയാണ് ഗണപതിക്ക് കാണിക്കുന്നത്. എന്തുകൊണ്ടാ? ഗണപതി ആനയുടെ ചെവി ഉണ്ടല്ലോ, അതെപ്പോഴും ഇങ്ങനെ ചെവി വീശിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. കാരണം ആനയുടെ ചെവിക്കകത്ത് ഒരു ഉറുമ്പ് പോയാലും അത് ആനയുടെ ഭയങ്കരമായിട്ട് ആനയെ പ്രശ്നമാക്കും. അതുകൊണ്ടാണ് ആനയുടെ ചെവി ഇങ്ങനെ എപ്പോഴും അടച്ച് പൊങ്ങി താഴ്ത്തിയായിട്ട് കാണിക്കുന്നത്. हमें भी निगेटिव रूपी चिट्टी से बचना है. अटेंशन रूपी कान हिलाते रहो, किसी की भी निगेटिव बातें सुनो नहीं. लेकिन हम क्या करते हैं? और क्या हुआ? वो और क्या? वो उठ के भी जा रहे हैं, बैठो चाय पानी, और क्या हुआ बताओ. अब व्यर्थ बातें सुनेंगे तो विघ्न पैदा होंगे. इसलिए अटेंशन रूपी कान हिलाते रहो. നമ്മളും നിർവിഘ്നമാകണമെങ്കിൽ ഗണപതിയെ പോലെ അറ്റൻഷനാകുന്ന ചെവി സദാ അടച്ചു വയ്ക്കണം എന്ന്. കാരണം ഒരാളുടെയും നെഗറ്റീവ് ആകുന്ന ഉറുമ്പ് നമ്മളുടെ ചെവിക്കകത്ത് പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്?
ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നാൽ വീണ്ടും പിന്നെന്തായി, പിന്നെ അവർക്കെന്തായി, അവർ ചിലപ്പോൾ മതിയാക്കി നമ്മളായിട്ട് എന്ത് ചെയ്യും, ഇളക്കി വിടും, പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ഉറുമ്പിനെ ചെവിക്കകത്ത് കയറ്റിവിടും. പക്ഷെ ചെയ്യേണ്ടത് എന്താ, നമ്മളുടെ ചെവി ആ ഗണപതിയുടെ ചെവി പോലെ സദാ അറ്റൻഷനോട് കൂടി ഇരിക്കണം. ഒരു നെഗറ്റീവ് നമ്മുടെ ചെവിക്കകത്ത് കയറിപ്പോകാൻ പാടില്ല. इसलिए आज के मुरली में भी धारणा में पॉइंट था, बच्चे संग दोष से बचे रहो. ഇന്നത്തെ മുരളിയിൽ ബാബ ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റാണ്, കുട്ടികളെ മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. संग मतलब बाहर वालों की बात नहीं. अगर कोई ज्ञानी है, ज्ञान में चलता है, लेकिन किसी की बुराई सुनाता है, ये भी संग दोष है. ഈ മോശമായ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തുള്ള ആളുകളുടെ കൂട്ടുകെട്ട് മാത്രമല്ല. ഇപ്പം ജ്ഞാനമാർഗത്തിലുള്ളൊരു ജ്ഞാനി, പക്ഷെ അവരെപ്പോഴും നമ്മളുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നതെങ്കിൽ അത് മോശം കൂട്ടുകെട്ടാണ്. ആ മോശം കൂട്ടുകെട്ടിൽ നിന്ന് നമ്മൾ സ്വയം നമ്മളെ രക്ഷിക്കണം. कोई बहनों की, कोई सेंटर की, इधर उधर की फालतू बातें सुनाता है, ये भी संग दोष है. ഇപ്പം ചില ആളുകൾ സെൻറ്ററിനെ കുറിച്ച് മോശം പറയും, സെൻറ്ററിലെ സിസ്റ്റർമാരെ കുറിച്ച് മോശം പറയും, സെൻറ്ററിൽ വരുന്നവരെ കുറിച്ച് മോശം പറയും. അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടും മോശമായ കൂട്ടുകെട്ട് തന്നെയാണ്. समझो अच्छे कपड़े पहन के जा रहे थे, तो चलते चलते किसी ने अचानक कीचड़ लेकर के डाल दिया. हमको तो पता ही नहीं था कि कीचड़ डालेगा, तो कपड़े खराब हो गए. तो ऑफिस में जाने के बजाय इधर उधर वापिस जाएंगे, कपड़े चेंज करेंगे, टाइम तो वेस्ट हो गया. നമ്മളൊരു നല്ല ഉടുപ്പ് ഇട്ടുകൊണ്ട് റോഡിൽ പോകുമായിരുന്നു, നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് ആരോ ചെളി വാരി എറിഞ്ഞ് നിങ്ങളുടെ മേലെ, നിങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ നമുക്ക് ഓഫീസിൽ പോകേണ്ടായി, നോക്കുമ്പം ദേഹം മൊത്തം ചെളി, ഡ്രസ്സ് കംപ്ലീറ്റ് ചെളിയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി ഓഫീസിൽ പോകണമെങ്കിൽ എത്ര നേരം എടുക്കും? तो दूसरे दिन फिर हम अच्छा ड्रेस पहन करके जा रहे थे, वो सामने वो खड़ा है जिसने कल किचड़ा डाला था. तो क्या करेंगे, पता है कि आज भी किचड़ा डालेगा, कई बार डाला है, तो किनारा करेंगे ना, कहेंगे अरे कल किचड़ा डाला, बड़ा मजा आ गया, आज डाल दो, ऐसे कहेंगे. इसीलिए उसे बच करके रहेंगे ना. അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ പോകുന്ന വഴിക്ക് അയാൾ അവിടെ നിൽക്കുകയാണ്, ചെളി എറിയുന്ന ആൾ. അയാൾ പലവട്ടം ചെളി എറിഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് അബദ്ധവും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയാളുടെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? മാറിപ്പോകും. അതോ നമ്മൾ പറയും ഇന്നലെ ചെളി എറിഞ്ഞപ്പോൾ നല്ലതായിരുന്നു കേട്ടോ, ഇന്നും ചെളിയെറിയേ എന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ, നമ്മൾ മാറി ഒഴിഞ്ഞു പോകും. इसी तरह मैंने अमृतवाला किया था, मुरली सुनी थी, मेरी अवस्था अच्छी थी, और चलते चलते कोई एक मिल गए बीके, ओम शांति कैसा हो, बहुत अच्छा चल रहा है, कैसा पुरुषार्थ अमृतवाला बहुत, लेकिन क्या अपने सेंटर की बहनें ना इतनी अच्छी नहीं है, देखो उस सेंटर पर कितना अच्छा क्या क्या कर रखते हैं, ये कर. शुरू हो गया, आधा घंटा तक परिचिंतन किया, अवस्था बिगड़ गई. फिर कहे कि ठीक है ड्रामा, कोई बात नहीं करके निकल गए. अब सारा दिन वेस्ट गया, क्योंकि परिचिंतन किया तो अवस्था बिगड़ गई, दिल खाने लगा. फिर दूसरी दिन जब उठ करके जा रहे थे, फिर वही मिला. ऐसे व्यक्ति से किनारा करो. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അമൃതവേളയൊക്കെ ചെയ്ത് മുരളിയൊക്കെ കേട്ട് നല്ല അടിപൊളി സ്ഥിതിയൊക്കെ ഉണ്ടാക്കി പോകുമ്പോഴേ ഒരു മാതാജിയെ കണ്ട്. അവർ പറയാണ് എങ്ങനെ ഓം ശാന്തി, സുഖമാണോ, എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, കണ്ടില്ലേ ആ സെൻറ്ററിലെ സിസ്റ്റർ തീരെ ശരിയല്ല കേട്ടോ, മറ്റേ സെൻറ്ററിലെ സിസ്റ്റർ നല്ല സിസ്റ്ററാണ്, നല്ല സ്നേഹിക്കുന്ന സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് അതാരുടെ അകത്ത് പോയി? നമ്മളുടെ അകത്ത് പോയി. നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ അവസ്ഥ മോശമായി, കുറേ നെഗറ്റീവ് ഉള്ളിൽ പോയി. പിന്നെ നമ്മളിരുന്ന് പറയും അതിനെന്താ പോട്ടെ, ഡ്രാമ, ഓക്കെ. പക്ഷെ അവസ്ഥ ഒരിക്കലും ശരിയാവില്ല. കാരണം നെഗറ്റീവ് ഉള്ളിൽ പോയോ രാത്രി വരേക്കും നമ്മളുടെ അവസ്ഥ വളരെ മോശം തന്നെയായിരിക്കും. അടുത്ത ദിവസവും ഇതേപോലെ നല്ല സ്ഥിതി ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പം ദേ നിൽക്കുന്ന ആ ആളിന്നും നമ്മൾ എന്ത് ചെയ്യും? पर चिंतन करने वालों का संग नहीं करो, नहीं तो आपकी अवस्था बिगड़ेगी. इतना ही नहीं, पर चिंतन करने वाला ज्ञान में नहीं चलेगा, वो कोई ना कोई ऐसे चला जाएगा, रहेगा नहीं. അതുകൊണ്ട് ഇതുപോലെ പരചിന്തനം നടത്തുന്നവരുടെ, ദൂഷണം പറയുന്നവരുടെ കൂട്ട് കൂടാൻ പാടില്ല. ഒരു കാര്യം ഓർമ്മിച്ച് വയ്ക്കണം, ഒരു വ്യക്തി പരചിന്തനം നടത്തുന്ന ആളാണെങ്കിൽ അവർ അധികകാലം ജ്ഞാനത്തിൽ മുന്നോട്ടുണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ ജ്ഞാനം വിട്ട് പോയിരിക്കും. बीच बीच में ताली बजाते रहना, कोई पॉइंट अच्छा लगा तो ताली बजाने से मेरा उमंग नहीं बैठेगा, लेकिन बाजू में कोई सो रहा है उठ जाएगा. ഭായി ഒരു നല്ല അഭിപ്രായം പറയാണ്, ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കുന്നത് നല്ലതായിരിക്കും. കൈയടിക്കുന്നതിലൂടെ
നമ്മൾക്ക് മാത്രമല്ല ഉണർവ് വരുന്നത്, നമ്മളുടെ അടുത്തിരുന്ന് ഉറങ്ങുന്നവരെ ഉണർത്താം. അതും ഒരു സേവനമാണ്. എല്ലാവരും കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. कोई पॉइंट अच्छा लगा टाली बजा सकते हैं. टाली के लिए तो जीएसटी ने, गवर्नमेंट ने जीएसटी नहीं लगाया टाली के लिए. टाली बजाएंगे तो जीएसटी कट जाएगा, ऐसा नहीं है. ആ, ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പോയിന്റുകൾ കേൾക്കുമ്പം നിങ്ങൾ കൈയടിക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സേവനവുമാണ്. അടുത്തിരിക്കുന്ന ആളിനെ എന്ത് ചെയ്യാം, താലി അടിക്കുന്നത് കൊണ്ട്, കൈ അടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കൈ അടിച്ചാൽ ഉണർന്നുരിക്കാം, ഉറങ്ങുന്നവരെ ഉണർത്തുകയും ചെയ്യാം. ठीक है. तो बता रहा था जो परचिंतन करेगा ज्ञान से. कभी कभी बाबा के मुरली में पॉइंट आता है, मेरे अच्छे अच्छे बच्चे थे, ज्ञान योग करते थे, लेकिन आज वो है ही नहीं, चले गए. क्यों गए? उन्होंने यहाँ किसी के दोष देके इसलिए चले गए. कितना बड़ा घाटा हो गया. പരചിന്തനം പറയുന്നവർക്കുണ്ടാവുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ബാബ ചിലപ്പോൾ മുരളിയിൽ പറയാറില്ല, എനിക്ക് നല്ല കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ അവർ ജ്ഞാനം വിട്ടുപോയി. എന്തുകൊണ്ട് പോയി? കാരണം അവരിവിടെ വരുന്നവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് അവർ പതുക്കെ ഇവിടുന്ന് പോയി, ജ്ഞാനത്തിൽ നിന്ന് പോയി. കാരണം പരചിന്തനം നടത്തുന്നതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ കുറവ് വന്നുകൊണ്ടിരിക്കും, നമ്മൾ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി പുറത്താകും. मुझे लगता है 1-2 मास पहले, 2-3 महीना हो गया होगा, एक अव्यक्त मुरली संडे के दिन चली थी. बच्चे पर चिंतन, पर दर्शन, पर मत से मुक्त परोपकारी बनो. എനിക്ക് തോന്നുന്നത് ഒരു 2-3 മാസം മുമ്പുള്ള ഒരു അവ്യക്ത മുരളിയിൽ ബാബ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുരളിയുടെ ടൈറ്റിലായിരുന്നു, പരചിന്തൻ, പരദർശൻ, പരമത്ത്, ഇതിൽ നിന്ന് മുക്തമായി പരോപകാരിയാകൂ എന്ന്. आज हम परोपकारी क्यों नहीं बन रहे, औरों की सेवा क्यों नहीं कर रहे? क्योंकि ये 3 पर जिसको है, पर चिंतन करता है, पर दर्शन करता है, पर मत प्रमाण चलता है, वो परोपकारी नहीं बन सकता, सेवा नहीं कर सकता. നമ്മൾക്ക് എന്തുകൊണ്ട് പരോപകാരിയാകാൻ പറ്റുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ സേവനം ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഈ 3 തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പരചിന്തനം, പരദർശനം, പരമത്ത്. ഈ 3 തടസ്സങ്ങൾ ആരാണോ എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്നത്, അവർക്ക് പരോപകാരിയാകാൻ സാധിക്കുകയുള്ളൂ. बाबा ने उस मुरली की शुरुआत की थी. बाबा ने कहा कि जो नए नए बच्चे आते हैं उनके लिए बाबा कहते हैं मुबारक है. लेकिन कई बच्चे आजकल दुनिया में भी जन्म तो लेते हैं, लेकिन लास्ट तक जिंदे नहीं रहते, वो मर जाते हैं. क्यों मर जाते हैं? कोई बीमारी हो जाते हैं. इसी तरह बाबा कहते हैं यहाँ भी ब्राह्मणों का जन्म होता है, लेकिन कुछ समय के बाद वो मर जाता है. क्यों मर जाता है? किसी के दोष देखने की, पर चिंतन करने की बीमारी लग गई, मर गया. तो बाबा ने कहा कि उस मुरली में बताया था, मरने से कोई यज्ञ बंद नहीं होने वाला है. तुम 1 जाएगा, यहाँ 10 आएंगे. घाटा तुम्हारा ही हुआ. इसलिए यहाँ कभी भी हमें यज्ञ को छोड़कर नहीं जाना. इसे यज्ञ बंद नहीं होगा, लेकिन घाटा आपका ही होने वाला है. ആ മുരളിയിൽ ബാബ പറഞ്ഞ പോയിന്റ് ബായി എടുത്തു പറയാണ്. അതായത് ബാബ പറഞ്ഞു, ചില വീടുകളിൽ ലോകത്തിൽ സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട്, ചില കുട്ടികൾ ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മരിച്ചു പോകും. കാരണം എന്താണെന്നറിയോ? ജനിക്കുമ്പോഴേ എന്തെങ്കിലും അസുഖം കാണും. അങ്ങനെയുള്ളവർ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അസുഖം കൂട്ടിയിട്ട് മരിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഇവിടെ ജ്ഞാനത്തിൽ വന്നിട്ട് ചില ആത്മാക്കൾ ജ്ഞാനത്തിൽ നിന്ന് മരിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ടാ? അതിന് മുഖ്യമായിട്ടുള്ളൊരു അസുഖമാണ് ഈ പരചിന്തനവും പരദർശനവും പരമത്തും. ബാബ മുരളിയിൽ പറഞ്ഞ പോയിന്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഈ ജ്ഞാനം വിട്ട് പോയി കഴിഞ്ഞാൽ ഈ യജ്ഞം നിന്നു പോകുമെന്ന്. ഒരിക്കലും ഇല്ല. ഇവിടുന്ന് ഒരാൾ പോയാൽ 10 പേര് ഇതിൻ്റെ അകത്തേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകാതെ നമ്മളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. एक सत्संग चलता था, उसमें बहुत सारे लोग आते थे. तो एक दिन एक शिष्य ने गुरुजी को कहा, गुरुजी मुझे एक वरदान चाहिए. तो गुरुजी ने कहा ठीक है, क्या वरदान चाहिए? कहता है मेरे बारे में सबके दिल में क्या चलता है ये मैं जानना चाहता हूँ. ഒരു സ്ഥലത്തൊരു സത്സംഗം നടക്കുന്നുണ്ടായിരുന്നേ. അവിടെ ഒരുപാട് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ സത്സംഗം നടത്തുന്ന ഗുരുവിൻ്റെ അടുക്കൽ പോയിട്ട് ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു എനിക്കൊരു വരദാനം വേണം. അപ്പോൾ ഗുരു ചോദിച്ചു, നിനക്ക് എന്ത് വരദാനമാണ് വേണ്ടത്? അപ്പോൾ ഉടനെ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരു വരദാനം വേണം. ഇവിടെ വരുന്നവരെല്ലാവരും എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയണം. ആ വരദാനമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. तो गुरुजी ने क्या किया, उसको वरदान दिया और साथ में एक छड़ी दी. छड़ी मतलब मांत्रिक डंडा. कहा कि जब भी किसी के दिल में तुम्हारे बारे में कुछ चलता है वो जानना है, ये छड़ी को लेकर के दिल में रखो
उस व्यक्ति का नाम लो तो पता चलेगा। तो वरदान दिया, छड़ी दी, शीशे चला गया। അപ്പൊ ഗുരുജി എന്ത് ചെയ്തെന്നറിയോ? വരദാനം കൊടുത്തു. എന്നിട്ട് ഒരു മാന്ത്രിക വടിയും കൂടെ കൊടുത്തു. എന്നിട്ട് ഗുരുജി പറഞ്ഞു, നിനക്ക് ആരുടെ ഉള്ളിലാണോ നിന്നെക്കുറിച്ച് എന്താണ് നടക്കുന്നതെന്ന് അറിയണോ, നീ എന്ത് ചെയ്യണം? ഈ മാന്ത്രിക വടി നിന്റെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് അവരുടെ പേര് പറയുക. അപ്പം അവർ നിന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് നിനക്കകത്ത് അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് വരദാനം കൊടുത്തു വിട്ടു. लेकिन अचानक वो शिष्य क्या करता है, चलते चलते बीच में रुक गया रास्ते में, सोचता है कि पहले मैं गुरुजी के बारे में, मेरे बारे में गुरुजी के दिल में क्या चलता है ये मैं जानना चाहता हूँ। ऐसा करके रुक करके क्या करता है, छड़ी को दिल में रखता है और गुरुजी का नाम लिया। जैसे गुरुजी का नाम लिया, थोड़ी सी छड़ी काली हो गई। तो उसको लगता है, अरे गुरुजी के अंदर मेरे बारे में कालापन है, इनको गुरुजी बना करके फायदा क्या? आश्रम में जाना बंद हो गया। അങ്ങനെ അയാൾ മുന്നോട്ട് പോകുമ്പം കുറച്ചെത്തിയപ്പോൾ അയാൾ നിന്നിട്ട് അയാൾ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഗുരുജി എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കയറി നിന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയാം? ആ മാന്ത്രിക വടി ഇങ്ങനെ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഗുരുജിയുടെ പേര് പറഞ്ഞു. ഗുരുജിയുടെ പേര് പറഞ്ഞത് അയാൾ നോക്കുമ്പം ഗുരുജിക്ക് അയാളെക്കുറിച്ച് അത്ര നല്ല ചിന്തയൊന്നുമല്ല, അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. അപ്പം അയാൾക്ക് മനസ്സിലായി, അയ്യേ ഇയാളുടെ അടുത്താണോ, ഇയാളെയാണോ ഗുരുവാക്കി വെച്ചിട്ട് ഞാൻ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ആദ്യമേ തന്നെ അയാൾക്ക് ഗുരുജിയോട് വെറുപ്പ് വന്നു. എന്നിട്ട് അയാൾ ആശ്രമത്തിൽ പോകുന്നത് അന്നോടെ നിർത്തി. महीना हुआ, 2 महीना हुआ, 6 महीना हुआ, एक दिन गुरुजी की नजर गई, अरे खुर्ची तो रोज खाली है, क्या बात है, वो तो रोज आने वाला शिष्य है। तो गुरुजी क्या करता है, उसके घर में पहुंच गया अचानक। कहा कि क्या बात है, आप सत्संग में नहीं आते? नहीं जी गुरुजी, आजकल कोरोना काल चल रहे हैं, आजकल थोड़ा मेरे बच्चों की परीक्षा चल रहे हैं, आजकल 2 दुकान चालू हैं और मेरी थोड़ी तबीयत ऊपर नीचे हो रहे हैं, मेहमान आ रहे हैं। गुरुजी ने कहा, आप 6 साल से आश्रम में आते थे, आंधी आए, तूफान आए, कुछ भी हो जाए। नहीं जी गुरुजी, नहीं, जरूर कुछ बात है। അപ്പം ഇങ്ങനെ ഇയാൾ വരാതായി ആശ്രമത്തിൽ. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്. അപ്പം ഈ ഗുരു ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ശിഷ്യനിപ്പോൾ എന്താ വരാത്തതെന്ന്. അങ്ങനെ അവസാനം ഈ ഗുരു നേരിട്ട് അയാളുടെ വീട്ടിലെത്തി. അയാളുടെ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു, എന്താ ആശ്രമത്തിൽ വരാത്തത്, 6 മാസമായല്ലോ കണ്ടിട്ട്. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞു, ഇതെന്താണെന്നറിയോ ഗുരുജി, കൊറോണ വന്നില്ലേ, പിന്നെ മക്കൾക്ക് പരീക്ഷയായി, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു കട തുടങ്ങി, പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് അസുഖം തന്നെ അസുഖം, ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ആശ്രമത്തിൽ വരാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗുരുജി പറഞ്ഞു, ഇതിനു മുമ്പ് 6 മാസം നീ വന്നുകൊണ്ടിരുന്നതാ, അന്ന് കൊടുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നു, അതെല്ലാം തരണം ചെയ്ത് നീ അന്ന് 6 മാസം വന്നെങ്കിൽ ഇപ്പൊ നീ വരാതിരിക്കുന്നതിന്റെ പുറകിൽ എന്തോ കാര്യമായ കാരണം ഉണ്ട് എന്ന്. तो बार बार पूछने के बाद फिर शिष्य कहता है, गुरुजी आपके अंदर मेरे बारे में कालापन है, जो छड़ी दिया ना मैं उसे देख लिया। तो गुरुजी ने कहा, अच्छा ये बात है क्या? അപ്പോ അവസാനം ചോദിച്ച് ശിഷ്യൻ പറഞ്ഞു, കാരണം എന്താണെന്നറിയോ, അന്നൊരു മാന്ത്രിക വടി തന്നില്ലേ, ആ മാന്ത്രിക വടി വെച്ച് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി താങ്കൾക്ക് എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല, മോശം അഭിപ്രായമാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഓ അത് കാരണമാണല്ലേ നീ വരാത്തത് എന്ന്. तो शिष्य गुरुजी ने कहा, तुमने देखा कि तुम्हारे अंदर औरों के बारे में कितना कालापन है? कहा कि नहीं देखा। देखो शिष्य ने छड़ी को दिल में रखा, अपना खुद का नाम लिया, पूरी छड़ी काली हो गई। हाँ, गुरु की तो थोड़ी काली थी, लेकिन शिष्य की पूरी काली, थोड़ी सी सफेद बनने जा रही थी। 6 साल से सत्संग में आ रहा था, तो अपनी पूरी काली देकर के शर्म आई, सिर झुकाया। तो गुरुजी ने कहा, कोई बात नहीं। അപ്പൊ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഗുരുജി പറഞ്ഞു, ഓ അതാണല്ലേ കാര്യം, ഒരു കാര്യം ചെയ്, നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അറിയണ്ടേ, നീ മറ്റുള്ളവരെ കുറിച്ച് എന്താണ് നിന്റെ മനസ്സിൽ വിചാരിക്കണേന്ന് നീ അറിയണ്ടേ, അതൊന്ന് നോക്കാൻ പറഞ്ഞു. ഉടനെ ഇയാൾ എന്ത് ചെയ്ത്, ഈ മാന്ത്രിക ദണ്ട് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അയാളുടെ പേര് പറഞ്ഞു. നോക്കുമ്പം മൊത്തം കറുപ്പും ചെളിയും തന്നെ. ഗുരുജിക്ക് കുറച്ച് കറുപ്പാണ് ഉണ്ടായിരുന്നത്, ഇയാളാണെങ്കിൽ ഒരു 6 മാസം സത്സംഗത്തിൽ പോയിട്ട് കുറച്ച് വെളുത്ത് വന്നതാണ്. പക്ഷെ 6 മാസം വീട്ടിലിരുന്നതോടെ ആ വെളുപ്പും കൂടെ എന്തായി, കറുപ്പായി. അങ്ങനെ അയാളുടെ ഹൃദയം മൊത്തം കറുത്തിരിക്കുന്ന കണ്ടിട്ട് അയാൾക്കാകെ നാണക്കേടായി, ലജ്ജയായി, അയാൾ തല കുനിച്ച് ആകെ നാണത്തോടെ ഇരുന്നു. गुरुजी ने कहा, कोई बात नहीं, मैं तो जब मैं शुरू में आया था मेरी भी छड़ी पूरी काली थी, लेकिन मैंने तपस्या करके, सेवा करके, दान पुण्य करके इतनी बची है। मैं तो अभी आश्रम में रहता हूँ,
अभी मैं दान पुण्य कराओ, सेवा कराओ, निकल जाएंगे। लेकिन तुम यहाँ आश्रम में आना बंद करोगे, सत्संग में आना बंद करोगे, जो तुम्हारी सफेद बन रही 6 साल से वो भी काली हो जाएगी। फिर वो शिष्य कहता है, गुरुजी मैं कितना भूल करने जा रहा था, कितना गलत काम करने का जा रहा था। गुरुजी ने कहा कोई बात नहीं, आज से कभी भी बड़ों की कमजोरी मत देखना। फिर वो शिष्य रोज आना शुरू करता है. അപ്പൊ ആ ഗുരുജി ആ ശിഷ്യനെ ആശ്വസിപ്പിച്ചോണ്ട് പറഞ്ഞു കുഴപ്പമില്ല, ഞാനും ഈ ഗുരുവൊക്കെ ആകുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല കറുപ്പ് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കുറെ തപസ് ചെയ്ത് നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദാനം ചെയ്താണ് എൻ്റെ കറുപ്പ് ഇത്ര കുറച്ച് ഇപ്പം ഇത്രയും കുറച്ചായത്. നീയും ഇതുപോലെ 6 മാസമൊക്കെ വന്നിരുന്ന സമയത്ത് നിന്റെ കറുപ്പ് പതുക്കെ കുറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ നീ നിർത്തിക്കളഞ്ഞാലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നീ വീണ്ടും വരാൻ തുടങ്ങൂ, പതുക്കെ നിന്റെ കറുപ്പ് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് ശിഷ്യനെ ഗുരു ആശ്വസിപ്പിക്കാൻ തുടങ്ങി. दोबारा वो शिष्य रोज आता है. ये कहानी किसी और की नहीं, ये कहानी हमारी अपनी है. പിന്നെ വീണ്ടും ഇതൊക്കെ കേട്ടിട്ട് ശിഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വീണ്ടും ആശ്രമത്തിൽ വരാൻ തുടങ്ങി. ഇത് വേറെ ആരുടെയും കഥയല്ല, ഈ ശിഷ്യൻ ആരാ? അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചേ. हम भी धीरे धीरे सेंटर पर आना शुरू करते हैं. जैसे सेंटर पर आते हैं, सेवा करते हैं, योग करते हैं, मुरली सुनते हैं, दान पुण्य करते हैं, तो हमारी जो काली आत्मा थी, पतित आत्मा थी, धीरे धीरे पावन बनना शुरू हो जाते हैं. लेकिन जैसे बहनों के नज़दीक आएंगे, सेवा के नज़दीक आएंगे, फिर कहेंगे वो फलानी बहन जी ऐसी है, वो बहन जी ऐसी है, वो भाई ऐसा है, मधुवन में ऐसा होता है, यहाँ जो पैसा देता है उसको ही आगे करते हैं, हमको गरीबों को कोई पूछता नहीं. धीरे धीरे परचिंतन करना शुरू. ഇത് നമ്മളുടെ കഥയാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ? നമ്മൾ ഇതുപോലെ സെന്ററിലൊക്കെ വന്ന് ജ്ഞാനം കേൾക്കാൻ തുടങ്ങി, മുരളി കേൾക്കാൻ തുടങ്ങി, യോഗം ചെയ്യാൻ തുടങ്ങി, സേവനം ചെയ്യാൻ തുടങ്ങി, ദാനം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കറുത്തിരുന്ന പതീതമായിരുന്ന നമ്മൾ ആത്മാവ് പതുക്കെ എന്താകാൻ തുടങ്ങി, പാവനമാകാൻ തുടങ്ങി. പക്ഷെ സെൻറ്ററുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച്, സെൻറ്ററിലെ സിസ്റ്റർമാരുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് പതുക്കെ അവരുടെ കുറവുകൾ കാണാൻ തുടങ്ങും. ആ സിസ്റ്റർ എങ്ങനെയാട്ടോ, ആ ബ്രദർ എങ്ങനെയാ, മധുബനിൽ എന്തൊക്കെയാണ് നടക്കണേന്നറിയോ, ഇവർ പൈസയൊക്കെ കൊടുക്കുന്നവരെയാണ് മുമ്പിൽ വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള പതുക്കെ നമ്മൾ പരദർശനം നടത്തി പതുക്കെ നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങും. कई बार खुद तो करेंगे और उनको भी सुनाएंगे, वो ज़्यादा नहीं देना, या तो पैसे की कोई कदर नहीं, ये और इसे धीरे धीरे हमारी भावना, याद रखना, भावना और योग इसका बहुत गहरा कनेक्शन है. जितनी बहनों के प्रति भावना, मधुवन के प्रति भावना, सेंटर के प्रति भावना, उतना योग ऊंचा. तो परचिंतन करने से सबसे पहले हमारी भावना बिगड़ जाते हैं, और जिसकी भावना बिगड़ी उसकी स्थिति बिगड़ गई. നമ്മൾ ഈ പരചിന്തനം നമ്മൾ നടത്താൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പതുക്കെ ഇവിടെ വരുന്നവർക്കും കൂടെ അതെന്ത് ചെയ്യാൻ തുടങ്ങി, കേൾപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ടല്ലോ ഇവിടുത്തെ സിസ്റ്ററിന് അവരങ്ങനെയാണ്, അവർക്ക് പൈസയ്ക്കൊന്നും ഒരു വിലയുമില്ല, ഒരുപാടൊന്നും കൊണ്ട് എവിടെ കൊടുക്കരുത്, സെൻറ്ററിൽ കൊടുക്കരുത്, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഭാവന കുറയാൻ തുടങ്ങി. ഭാവനയും യോഗവും തമ്മിൽ വളരെ ഗഹനമായ കണക്ഷനുണ്ട് പരസ്പരം. എത്രത്തോളം നമ്മളുടെ ഭാവന ഉള്ളിൽ കൂടുന്നുവോ അത്രത്തോളം നമ്മളുടെ യോഗം കൂടും. ഭാവന കുറഞ്ഞാൽ യോഗം കുറയും, നമ്മളുടെ സ്ഥിതി മൊത്തം വഷളാകും. അതുകൊണ്ട് വളരെയധികം ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ യോഗത്തിൻ്റെ നല്ല അനുഭവം നമുക്കുണ്ടാവൂ. इसीलिए आप मुरली में बाबा को कहना पड़ता है, बच्चे संग दोष से बचे रहो, झगमई नहीं करो, किसी के दोष ना देखो. ये जब तक ये धारणा हमारे अंदर हड्डी नहीं है, तब तक हमारा योग कैसा लगेगा, बाबा प्यार कैसा करेगा. इसीलिए बाबा ने ऐसी बातें, तो इसीलिए इस भट्टी से हमें पक्का करना है. मुझे कोई अगर ऐसा सुनाता है उससे किनारा करो. അതുകൊണ്ടാണ് ബാബയ്ക്ക് പോലും മുരളിയിൽ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്, കുട്ടികളെ മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മോശമായ ആരുമായിട്ടും കൂട്ടുകൂടരുത്. എപ്പോഴും നമ്മളുടെ ധാരണയിൽ നമ്മൾ പക്കയായിരിക്കണം. കാരണം ധാരണയിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് നല്ല യോഗം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. क्योंकि ये नाटक है, नाटक में हर एक को स्क्रिप्ट मिले हैं, कोई किसी के दोष नहीं है. इसीलिए बाबा ने नथिंग न्यू, जो हुआ अच्छा हुआ, ड्रामा में हर एक का पार्ट है, ये सारा ज्ञान, ये सारा होने के बाद भी फिर भी कहते पता
पता नहीं क्यों करते, पता नहीं ऐसी क्यों करते, पता नहीं मतलब हम ज्ञानी नहीं है. इसलिए पर चिंतन से बचना. ഇതൊരു നാടകമാണ്. നാടകത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ബാബയും മുരളി പറയാറുണ്ട്, കുട്ടികളെ നത്തിങ് ന്യൂ, ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല. എന്ത് നടക്കുന്നുവോ അത് നടക്കാനുള്ളതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഇതെല്ലാം അറിയാമെങ്കിലും മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇതെന്താ ഇവരിങ്ങനെ, അറിയില്ല കേട്ടോ, ഇവരെന്താ ഇങ്ങനെ, അറിയില്ല. ഈ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജ്ഞാനമില്ല എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും മുക്തമായിരിക്കണം. യാതൊരു കാരണവശാലും പരചിന്തനം പരദർശനം നടത്താൻ പാടില്ല. पर चिंतन करने वाला तो कर रहे हैं, करके अपना विकर्म बना रहे हैं, लेकिन जिसने हाथ ही सिर हिलाया, अच्छा आधा विकर्म उसका भी बन गया. പരചിന്തനം നടത്തുന്നയാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് പാപം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടോണ്ടിരുന്നിട്ട് അതിനെ എസ് വച്ചിട്ട്, മനസ്സിലായോ, അതാ ശരിയാട്ടോ എന്ന് പറഞ്ഞ് പരചിന്തനം നടത്തിയില്ല, പക്ഷെ അതിനെ ശരിയാണെന്ന് പറഞ്ഞ് തല കുലുക്കിയെങ്കിൽ അവരുടെ പാപത്തിന്റെ പകുതി ഷെയർ ആർക്ക് കിട്ടും? വെറുതെ തല കുലുങ്ങിയതാ, അതിന് നമുക്ക് കിട്ടും. एक मुरली में बाबा ने कहा था, बच्चे जब योग लगाते हैं, मेडिटेशन करते हैं, तो ऊपर खुशबू आती है अव्यक्त वतन में. ये खुशबू देख करके मैं ऊपर डांस करता हूँ, ब्रह्मा बाबा ने कहा था. लेकिन जब बच्चे कोई परचिंतन करते हैं, किसी की निगेटिव बातें करते हैं, गुस्सा करते हैं, नीचे से बदबू आते हैं, तो बाबा देखता है कहाँ से कौन सा बच्चा बदबू फैला रहा है. बाबा कहता है, मुझे अगर परमिशन होती तो जाकर के उस बच्चे का मुंह बंद करता, ये तुम क्या बदबू फैला रहे हैं. इसलिए हमें खुशबू फैलानी है, बदबू नहीं फैलानी है. ഒരു അവ്യക്ത മുരളിയിൽ ബാബ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. ബാബ പറയുന്നത്, താഴെ കുട്ടികൾ യോഗം ചെയ്യുമ്പോൾ, കുട്ടികൾ ജ്ഞാനത്തിൻ്റെയൊക്കെ ഡിസ്കഷൻ നടത്തുമ്പോൾ മുകളിൽ അവ്യക്ത വദനത്തിൽ നല്ല സുഗന്ധം വരും, നല്ല മണം വരും. അപ്പോൾ ബാബ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നു, കണ്ടോ എൻ്റെ കുട്ടികളുടെ സുഗന്ധം ഇങ്ങ് വരുന്നെന്ന് പറഞ്ഞിട്ട്. എന്നാൽ താഴെ പരചിന്തനം നടത്തുമ്പോൾ, പരദർശനം നടത്തുമ്പോൾ അവ്യക്ത വദനത്തിൽ സ്മെല്ല് വരും. അപ്പോൾ ബാബ നോക്കും, ഇത് ആരാണ് താഴെ ഈ പരചിന്തനവും പരദർശനവും നടത്തി ഇത്രയും മോശമായ ദുർഗന്ധം വ്യാപിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ബാബ വിചാരിക്കും, എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഡ്രാമയിൽ പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് അവരുടെ വായ എന്ത് ചെയ്തേനെ, അടച്ചു പിടിച്ചേനെ, ഇത്രയും ദുർഗന്ധം പരത്തുന്നതിൽ നിന്ന് ഈ കുട്ടിയെ ബാബ ഫ്രീ ആക്കിയേനെ എന്ന്. पर चिंतन करना एक प्रकार की वोमिटिंग है, वोमिटिंग, उल्टी. और कोई उल्टी क्यों करता है? जो चटपटी चीजें खाता है, तला हुआ खाया, सड़ा हुआ खाया, गला हुआ खाया, पेट में डाइजेशन का वोमिटिंग करता है. वोमिटिंग कहाँ करता है? वाश बेसन में. പരചിന്തനം നടത്തുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് വൊമിറ്റിങ്, ഛർദി. അതെ, ഛർദിക്കുന്ന എപ്പോഴാ? എന്തെങ്കിലും ദഹിക്കാത്ത സാധനം വയറ്റിൻ്റെ അകത്ത് പോയി, കഴിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും വയറ്റിൻ്റെ അകത്ത് പോയി, എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് പോയാൽ നമ്മളതെന്ത് ചെയ്യും? ഛർദിച്ച് പുറത്ത് കളയും. ഓക്കെ, ഛർദിക്കുന്ന എവിടെ പോയി ഛർദിക്കും? വാഷ് ബേസിനിൽ പോയി ഛർദിക്കും. और उल्टी करते समय हम नाक बंद करके उसको भगाते हैं. इसी तरह परचिंतन भी एक प्रकार की उल्टी है. चटपटी चीजें देखता है, सुनता है, पेट में डाइजेस्ट नहीं हुआ, फिर दूसरों को सुनाता है. कहाँ सुनाता है? उल्टी किस में करते हैं? वाश बेसन में. तो परचिंतन किस में सुनाते हैं? कान में. तो कान कोई वाश बेसन तो नहीं है ना. वैसा कान का आकार कैसा है? सुंदर सा वाश बेसन है, बीच में एक नली भी है. अब कोई उल्टी करता है तो उसको भगाएंगे, और यहाँ कोई उल्टी करता है, और क्या? अगर कोई कान में उल्टी करेंगे कितना गंदा लगेगा. और कान की उल्टी की भी बातें दिल में जाते हैं, तो ऐसे जगह पर भगवान कैसा बैठेगा. इसलिए दिल को स्वच्छ रखो, कोई किसी की निगेटिव बातें दिल में ना रखो, तब भगवान दिल में बैठेगा. നമ്മൾ സാധാരണ ഛർദ്ദിക്കുമ്പോഴത്തേക്ക് വാഷ് ബേസിലാണ് ഛർദ്ദിക്കുന്നത്. ഛർദ്ദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഓടി വന്നാൽ നമ്മൾ പറയും, മാറി നിൽക്കട്ടെ, എനിക്ക് ഞാൻ ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? മാറ്റിവിടുന്നതാണ്. ഈ പരചിന്തനം പരദർശനം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഛർദ്ദിക്കും. എവിടെയാ ഛർദ്ദിക്കുന്നത്? വാഷ് ബേസിന് ഏതാണെന്നറിയോ? ചെവി. വാഷ് ബേസിൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലൊരു ഷേപ്പാണ് നമ്മുടെ ചെവിക്കും. ചെവിക്ക് ആരെങ്കിലും ഛർദ്ദിക്കാന്ന് വെച്ചോളൂ, സാധാരണ നോർമലി ഛർദ്ദിക്കുമ്പോൾ ആരെങ്കിലും ഛർദ്ദിക്കുന്നുണ്ടാ നമ്മൾ മാറിപ്പോവും. പക്ഷേ പരചിന്തനം പരദർശനത്തിൻ്റെ ഛർദിൽ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചെവി വെച്ച് കൊടുക്കും. പിന്നെ എന്തായി, പിന്നെ എങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ എന്ത് ചെയ്യും? അതിലേക്ക് അറ്റൻഷൻ കൊടുക്കും. അതുകൊണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എത്രത്തോളം മുക്തമാകാമോ അത്രയും നല്ലത്. नहीं तो कई अमृत वाला भी करते हैं, मुरली भी सुनते हैं, पवित्रता की धारणा है, सब कुछ है, फिर भी बाबा से जो प्यार मिलना चाहिए, योग, क्यों ये भूल हो रहे थोड़ी सी, इसलिए इस भूल के ऊपर अटेंशन. നമ്മൾ അമൃതവേള ചെയ്യുന്നുണ്ട്, മുരളി കേൾക്കുന്നുണ്ട്, യോഗം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാബയിൽ നിന്ന് കിട്ടേണ്ട ആ സ്നേഹം നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ പരചിന്തനവും ഛർദിലും ഒക്കെ നടക്കുകയില്ലേ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ വളരെയധികം അറ്റൻഷൻ കൊടുക്കണം. ഒരു കാരണവശാലും പരചിന്തനവും പരദർശനവും നടത്തരുത്. कई कहते पहले हम आए थे बहुत बाबा प्यार करता था, लेकिन अब पता नहीं क्या हो गया, पता नहीं क्या हुआ, हम दोष देखना शुरू किया, हमारी भावना बिगड़ गई. इसीलिए फिर से हमें ये पर चिंतन के ऊपर अटेंशन. അത് ചിലർ പറയാറുണ്ട്, പണ്ട് ജ്ഞാനത്തിൽ വന്ന സമയത്ത് എനിക്ക് നല്ല അനുഭവമായിരുന്നു, ബാബയുടെ സ്നേഹത്തിൻ്റെ നല്ല അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം അറിയില്ല, എന്താണെന്നറിയില്ല കേട്ടോ, ഇപ്പോൾ അനുഭവം ഒന്നും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ പരചിന്തനം കേട്ട് മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ ഭാവന പോയി, നമ്മളുടെ അവസ്ഥ മൊത്തം തെറ്റി. അതുകൊണ്ട് ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കണം, പരചിന്തനം നടത്തരുത്. एक होता है कोयला का व्यापारी, दूसरा होता है हीरे के व्यापारी. कोयला का व्यापारी कहाँ रहता है? झोपड़ी में रहता है, हाथ भी काला, मुंह भी काला, कपड़े भी काला, जिसको बेचे वो भी काला. और हीरे का व्यापारी कहाँ रहता है? बढ़िया सा महल में रहता है, एक हीरा बेचो मालामाल हो जाता है. രണ്ട് തരത്തിൽ വ്യാപാരിയെ പറയാണ്. ഒന്ന് കരിക്കട്ട കച്ചവടം നടത്തുന്നയാൾ, കരിയുടെ കച്ചവടം. രണ്ട് വജ്രത്തിൻ്റെ കച്ചവടം നടത്തുന്ന ആൾ. കരിക്കട്ട കച്ചവടം നടത്തുന്നയാൾ താമസിക്കുന്നത് ഒരു കുടിലിലായിരിക്കും. അയാളുടെ കൈയും മുഖവും ഉടുപ്പും ഒക്കെ മൊത്തം എന്തായിരിക്കും? കരി തന്നെ ആയിരിക്കും. പക്ഷെ വജ്രത്തിൻ്റെ കച്ചവടം നടത്തുന്നയാൾ വലിയ കൊട്ടാരങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അയാൾക്ക് ഒരു വജ്രം വിറ്റാൽ മതി, അയാൾ സമ്പന്നനായിട്ട് മാറും. അയാളുടെ മുഖം കാണുമ്പോഴേ അറിയാം ഇയാൾ വലിയ സമ്പന്നനാണ് എന്ന്. कोयले भी उसी खाने में होता है, हीरा भी उसी खाने में होता है. तो इसीलिए हीरे के व्यापारी बनो, कोयले के. जिस व्यक्ति के आप कोयले खरीद कर रहे, दुर्गुण देख रहे हैं, उसमें तो कुछ हीरे भी तो छिपे हैं. हीरा देखो, गुण को देखो, औरों को सुनाओ, उसका भी फायदा. ये बहन बड़ी अच्छी है, ये भाई बहुत अच्छा है, वो सुनाओ. फलानी ऐसी है, ये ऐसी है, उसका भी टाइम वेस्ट हो गया, खुद का भी टाइम. इसलिए पर चिंतन से बचना. അതായത് ഈ കൽക്കരിയും എടുക്കുന്നത് ഒരു ഖനിയിൽ നിന്നാണ്, വജ്രവും എടുക്കുന്നത് ഒരേ ഖനിയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരാകേണ്ടത്? വജ്രത്തിൻ്റെ വ്യാപാരിയാണ് ആകേണ്ടതെന്നാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ നെഗറ്റീവ് കേൾക്കരുത്, മറ്റുള്ളവരുടെ കുഴപ്പങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ആരെങ്കിലും പറഞ്ഞാലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല. ഈ പരചിന്തനം പരദർശനത്തിൽ നിന്ന് മുക്തമായിട്ടിരിക്കണേ. എപ്പോഴും മറ്റുള്ളവരുടെ നല്ലതിനെ കാണണം, മറ്റുള്ളവരുടെ നല്ലതിനെ കുറിച്ച് തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും വേണം. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് മുക്തമാകണം. तो सभी प्रतिज्ञा करेंगे आगे हाथ करके. എല്ലാരും കൈ മുമ്പിൽ വെച്ച് ഒന്ന് പ്രോമിസ് എടുത്തേ. प्यारे बाबा, ഇതുപോലെ പറയണം, जैसे എൻ്റെ मैं പ്രിയപ്പെട്ട बोलूंगा वैसे ബാബ, बोलेंगे. ये संगम युग चल रहा है, ഈ സംഗമയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. बोलते रहेंगे. इस संगम युग में समय बहुत अनमोल है. ഈ നിങ്ങൾ പറയാനാണ്, ഈ മലയാളം പറയുമ്പോൾ അത് ഏറ്റു പറയണം. ഈ സംഗമയുഗത്തിൽ വളരെ അമൂല്യമായ സമയത്ത്, इसलिए आज से कभी हम किसी का परचिंतन नहीं करेंगे. ഇന്ന് മുതൽ നമ്മൾ ആരുടെയും പരചിന്തനം നടത്തില്ല. ശബ്ദം തീരെ പോരാ. പരചിന്തനമായിരുന്നെങ്കിൽ നല്ല ശബ്ദത്തിൽ കേട്ടനെ, നല്ല ഉച്ചത്തിൽ പറഞ്ഞ്, ഇന്നു മുതൽ നമ്മൾ ആരുടെയും പരചിന്തനം നടത്തില്ല. परचिंतन से मुक्त रहेंगे. പരചിന്തനത്തിൽ നിന്നും മുക്തരാകും. बाप समान बनेंगे. ബാബയ്ക്ക് സമാനമാകും. परचिंतन करके वायुमंडल खराब नहीं करेंगे. പരചിന്തനം നടത്തി ഈ അന്തരീക്ഷം മോശമാക്കില്ല. हमेशा सोच चिंतन करेंगे. സദാ സ്വചിന്തനം നടത്തും. दूसरे की अच्छाई देखेंगे. മറ്റുള്ളവരുടെ നന്മ മാത്രം കാണും. परचिंतन करके अपनी भावनाओं को खराब नहीं करेंगे. പരചിന്തനം നടത്തി തൻ്റെ ഭാവനയെ ഇല്ലാതാക്കില്ല.
हर एक के प्रति शुभ भावना ही रखेंगे, സർവരെയും പ്രതി ശുഭഭാവന തന്നെ വയ്ക്കും. चलो बहुत अच्छा. इस हाथ की लाज रखना, लेकिन क्योंकि मैं पहले पूछा था कौन कौन छूटा हुआ है, तो सभी ने कहा कि करते हैं, कोई भी किसी का भी हाथ ऊपर नहीं था. तो अगली बार कभी आएंगे फिर पूछूंगा मैं. ഈ ക്ലാസ്സിൽ ഈ ചെയ്ത പ്രോമിസ് ഇതുപോലെ അഭിമാനത്തോടെ സൂക്ഷിക്കണം. ഈ നമ്മൾ സ്വയം എടുത്തിട്ടുള്ള ഈ പ്രതിജ്ഞ ഒരു കാരണവശാലും നിങ്ങൾ ഇല്ലാതാക്കി കളയാൻ പാടില്ല. ഞാൻ ആദ്യം ക്ലാസ്സിന് മുമ്പേ ചോദിച്ചായിരുന്നു ഇതിൽ ആരെങ്കിലും പരദൂഷണം നടത്താത്തവരായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരാൾ പോലും കൈപൊക്കിയില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ വന്ന് ഞാൻ ചോദിക്കും ഇതിൽ ആരെങ്കിലും പരദൂഷണം നടത്താത്തവരായിട്ടുണ്ടോയെന്ന്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൈപൊക്കണം. അപ്പം ഇന്ന് ഈ ചെയ്ത പ്രതിജ്ഞ എപ്പോഴും എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. आपस में मिलते हैं तुरंत शुरू करो मुरली से. आज के मुरली में मीठे बच्चे में बाबा ने ऐसा बोला था, ये नहीं कि ये क्या हुआ फलान क्या, वो नहीं. पर दादियाँ जब आपस में मिलते हैं हमेशा क्या करते हैं? मुरली से शुरुआत करते हैं. इसी तरह हमें भी किसी के दोष नहीं, बस ये करेंगे योग अपने आप लगेगा, आपकी स्थिति अपने आप हो जाएगी, बाप समान अपने आप बने. क्योंकि कई बार हम बीके का भी दोष देखते हैं जिसको भगवान ने चुना है, इतनी महान आत्मा है, फिर भी हम कहते पता नहीं कैसे ज्ञान में चलता है, पता नहीं कैसे है. आज जिस देवी देवता को हम भोग लगाते थे, हे देवी मुझे दर्शन दो, हे देवी में, आज वही ये ब्राह्मण आत्मा कोई साधारण नहीं, देवी देवता ही सामने बैठे हैं. कितने बड़े भाग्यशाली. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം മുരളി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങണം. അല്ലാണ്ട് അവിടെ എന്തായി ഇവിടെ എന്തായി ഇത് ചോദിക്കരുത്. ഇന്നു മുതൽ ഈ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല യോഗം വരും, നമ്മളുടെ സ്ഥിതി നന്നാവും, നമ്മളുടെ ഈ ശീലം താനേ മാറിക്കോളും. ദാദിമാരെപ്പോഴും പരസ്പരം കാണുമ്പോൾ മുരളിയുടെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്താണ് തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുരളിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. और इसीलिए ऐसा जब भी कोई भट्टी के कार्यक्रम होते हैं हमें ज़रूर आना है, क्योंकि न जाने कौन सी देवी का कितना बड़ा पार्ट है. हाँ, ये चैतन्य के हमें देवियों का मेला, देवियों का दर्शन संगम युग में होता है. ചിലരുണ്ടല്ലോ ബി കേസിനെ പരസ്പരം കാണുമ്പം പറയും കണ്ടോ അവർ ആൾ ശരിയല്ല കേട്ടോ, അങ്ങനെ ബി കേസിൻ്റെ കുറ്റം പറയും. ഈ ബി കേസ് ആരാണെന്നറിയോ? സ്വയം ഭഗവാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആത്മാക്കളാണ്. ഇവർ സാധാരണക്കാരല്ല, ഇവർ ജന്മജന്മാന്തരം ദേവികളായിട്ട് ജീവിച്ചിരുന്നവരാണ്. നമ്മളാണെങ്കിൽ എത്ര ജന്മങ്ങളിൽ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് പൂജ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഭട്ടിയും പ്രോഗ്രാമുകളൊക്കെ വെക്കുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം ഇവിടെ വന്നാൽ ആരെ കാണാം? ആരെ കാണാം? ദേവി ദേവന്മാരെ കാണാം. ദേവി ദേവന്മാരുടെ മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. जैसे बाबा क्या करता, हमारा भविष्य का रूप देखता है, ताजधारी इतना दुरूप. इसी तरह हमें भी किसी को बीके को देखना है, वो देवी का सत्यु का उसका स्वरूप देखो तो बहुत आपको भाग्यशाली अपने आप को अनुभव करेंगे. ബാബ നമ്മളെ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളുടെ ഭാവി രൂപത്തിലാണ് നോക്കുന്നത്. ദേവതയായിട്ട് അങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ടിരിക്കുന്ന ആ രൂപമാണ് നോക്കുന്നത്. അതുപോലെ നമ്മളും മറ്റുള്ളവരെ കാണുമ്പോൾ എങ്ങനെ നോക്കണം? അവരുടെ ഭാവി രൂപത്തിന്, അവരുടെ ദൈവീക രൂപത്തിന് നോക്കണം. എങ്കിൽ നമ്മളുടെ തന്നെ ഭാഗ്യം താനെ ഉണർന്നു വരും. ब्राह्मणों के साथ ऐसे रहो जैसे एक राजा दूसरे राजा को रिगार्ड देता है, रिस्पेक्ट देता है. इसी तरह हमें भी ब्राह्मणों को भी देखना है. तब हम परचिंतन परदर्शन से मुक्त होकर के हम ब्रह्मा बाप समान बन सकेंगे. ബ്രാഹ്മണരുടെ അടുക്കൽ നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടെന്നറിയോ? ബ്രാഹ്മണർ പരസ്പരം പെരുമാറേണ്ട രീതി എന്താണെന്നറിയോ? നമ്മൾ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കാണുമ്പം എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത്, അതുപോലെ വേണം നമ്മൾ അങ്ങനെ പെരുമാറേണ്ടത്. അങ്ങനെ ബ്രാഹ്മണർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മാ ബാബയ്ക്ക് സമാനം പരചിന്തനത്തിൽ നിന്നും പരദർശനത്തിൽ നിന്നും മുക്തമാകും. നമ്മളും ബാബയ്ക്ക് സമാനമായിട്ട് മാറും. ठीक है. ओम शांति. ये आज का गरम गरम हलवा. ഓക്കെ, ഇത് ഇന്ന് നല്ല ചൂട് ചൂട് ഹൽവ നിങ്ങൾക്ക് കിട്ടിയതാണ് ഈ പോയിന്റ്സ്. इसको पक्का करना है. और बहुत आपको ये सहज याद रखने के लिए कहानी भी सुनाई. छड़ी पीछे का थैला आगे नहीं लेना, सिर हिला करके हाजी हाजी नहीं करना, जीते जी मर जाओ. सिर कोई सुनाता है, सिर हिलाओ नहीं. हम क्या करते? अच्छा 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 और क्या हुआ? सिला कोई सुनाता है, सिर को पकड़ हाँ भी नहीं करो ना भी नहीं करो. गुलजार दादी कभी भी सिर नहीं हिलाती थी, एकदम कोई सुनाते ना चुप रहती थी. तो सुनाने वाला बोला बोला कर निकल जाता था. हम क्या करते? अच्छा, फिर बीच में अच्छा कहेंगे. അതുകൊണ്ട് ഇന്ന് നല്ല ചൂട് ചൂട് ഹൽവ കിട്ടിയിരിക്കുകയാണ്. ഈ ഹൽവ ചൂടോടെ തന്നെ കഴിച്ചിട്ട് പോകണം.
കഥയുടെ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. 2 ഭാണ്ഡക്കെട്ടിൽ മറ്റുള്ളവരുടെ കുറവുകളുടെ ഭാണ്ഡം എവിടെ തന്നെ ഇടണം? പുറകിൽ. സ്വന്തം ഭാണ്ഡം എവിടെ ഇടണം? ഫ്രണ്ടിൽ. ഇനി ആരെങ്കിലും വന്ന് പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ആഹാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? തലയാട്ടി എസ് വെച്ച് കൊടുക്കരുത്. ചിലർ അത് മാത്രമല്ല പിന്നെ എന്തായി എന്ന് പറഞ്ഞ് കാതും കൂടി കൊണ്ട് കൊടുക്കും. ഇതൊരിക്കലും ചെയ്യരുത്. ആയും പറയരുത്, നോയും ഇങ്ങനെയും തല അനങ്ങരുത്. ഗുൽസാർ ദാദി എങ്ങനെയായിരുന്നേ? ഗുൽസാർ ദാദിയുടെ അടുത്ത് ആരെങ്കിലും ചെന്ന് പരദൂഷണം പറഞ്ഞങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കും. തലയും അനങ്ങില്ല, ഒന്നും അനങ്ങില്ല. अपने कान में उल्टी नहीं लेना है, उल्टी वाली बात याद रखना, धुआं नहीं छोड़ना, बाबा को ऊपर से ये नहीं करना, बाबा डांस करना चाहिए, ऐसा काम करना. ये जो छोटी छोटी टोटके आपको स्टोरी बताई, इसको भी याद रखेंगे. आज का क्लास सदा याद रखेंगे और इससे पर चिंतन से बिल्कुल मुक्त रहेंगे. तब आप शिव शक्ति बन सकते हैं, शक्तिशाली बन सकते हैं. അടുത്ത പോയിന്റ് കേട്ടോളൂ. അതായത് വേറെ പോയിന്റ് പറഞ്ഞു, ഉൾട്ടി ഛർദിൽ വാങ്ങാൻ വേണ്ടി ചെവി വെച്ചു കൊടുക്കാൻ പാടില്ല. ആരുടെയും ചെവിയിൽ പോയി ഛർദിച്ചു കൊടുക്കാനും പാടില്ല. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മളുടെ ഇവിടെ നിന്നുള്ള ദുർഗന്ധം കേട്ടിട്ട് ബാബ വദനം വിട്ട് ഓടരുത്. ബാബ അവിടെ ഡാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സുഗന്ധം വേണം നമ്മളിൽ നിന്ന് പോകാനായിട്ട്. ആരുടെയും പരചിന്തനവും പരദർശനവും നോക്കരുത്. ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓം ശാന്തി.